ഓദർ സുൽഫ കത്തൂഹ് എഴുതിയ ആസ് ലോങ് ആസ് ദ ലെമൺ ട്രീസ് ഗ്രോ എന്ന് പറയുന്ന ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് സ്റ്റോറിയിലോട്ട് കിടക്കാം. ആസ് ലോങ് ആസ് ദ ലെമൺ ട്രീസ് ഗ്രോ. ഈ സ്റ്റോറി നടക്കുന്നത് സിറിയയിലാണ്. സിറിയയിലുള്ള സലാമയുടെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. സിറിയൻ റവല്യൂഷൻ, സിറിയൻ സിവിൽ വാർ ഒക്കെ നടക്കുന്ന ഒരു ടൈമിലാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ വരുന്നത്. ഏകദേശം ഒരു 2011 ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടർ സലാമയ്ക്ക് ഇപ്പോൾ 18 വയസ്സാണുള്ളത്. സലാമയുടെ വീട്ടിൽ സലാമയ്ക്ക് അച്ഛൻ, അമ്മ, ഒരു ബ്രദർ ഹംസ, ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കറന്റ്ലി സലാമയ്ക്ക് ആരുമില്ല. സലാമ ഇപ്പോൾ താമസിക്കുന്നത് സലാമയുടെ ബെസ്റ്റ് ഫ്രണ്ട് ലൈലയുടെ കൂടെയാണ്. ലൈലയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ലൈല എന്ന് വെച്ചാൽ സലാമയായിട്ട് കുഞ്ഞുനാൾ മുതൽ അവർ ഒന്നിച്ച് വളർന്നതാണ്. ഈവൻ അവരുടെ ബർത്ത്ഡേസ് പോലും സെയിം ആയിരുന്നു. അവർ കൊച്ചുനാൾ മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. ഈ ലൈലയും സലാമയുടെ ബ്രദർ ഹംസയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നിട്ട് അവരുടെ കല്യാണവും കഴിഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹംസയും കൂടെ ഇല്ല. അവിടെ എപ്പോഴും ബോംബ് അറ്റാക്ക് നടക്കുന്ന ഒരു ടൈമാണിത്. ഈ സലാമ ഒരു ഫാർമസി സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ അവൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഇയർ അവളുടെ കോളേജ് ഇതുപോലെ പ്രൊട്ടസ്റ്റ് ഒക്കെ ആയിട്ട് ക്ലോസ് ചെയ്തു. പക്ഷെ കറന്റ്ലി അവളൊരു ഹോസ്പിറ്റലിൽ സർജനായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു ഫാർമസിസ്റ്റ് ആയിട്ടും ഈ സർജനായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ആ നാട്ടില് പ്രൊട്ടസ്റ്റേഴ്സ് ഈ ഡോക്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് കൊല്ലാൻ തുടങ്ങി. കാരണം ഡോക്ടേഴ്സ് ഈ ഇഞ്ചേർഡ് ആയിട്ട് വരുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡോക്ടേഴ്സിനെയാണ് അവർ ഇല്ലാതാക്കാൻ നോക്കിയത്. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഇല്ലാതായി. അപ്പോൾ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്, അതുപോലെ നഴ്സുമാർ എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഇഞ്ചേർഡ് ആയിട്ട് വരുന്നവരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് സലാമ ഒരു സർജനായിട്ട് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു കഴിഞ്ഞ 6 മാസമായിട്ട് അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു ഡോക്ടറാണ് ഡോക്ടർ സിയാദ്. ഡോക്ടർ സിയാദ് അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരാളാണ്. അവളുടെ ഒരു അച്ഛന്റെ സ്ഥാനത്താണ് ഡോക്ടറിനെ കാണുന്നത്. അപ്പോൾ ഡോക്ടറാണ് സലാമയ ഇത് ഇങ്ങനത്തെ സർജറിയും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചതും അവൾക്ക് ആ ഒരു സപ്പോർട്ട് കൊടുത്ത് അവൾ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തത് ഈ ഡോക്ടർ സിയാദാണ്. ഇനി ഞാൻ ചാപ്റ്റർ വൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ സലാമ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അവളൊരു സൂപ്പർ മാർക്കറ്റ് കയറുന്നു. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ ഫുഡും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ വരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റ് കാലിയാണ്. അവൾക്ക് ആകെ കിട്ടുന്നത് ഒരു 3 ലെമണും 1 പീസ് ബ്രെഡും ആണ്. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് അവൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെയുള്ള ഫുൾ ബിൽഡിങ്സ് എല്ലാം ബോംബിൽ തകർന്ന് കിടക്കുന്ന കണ്ടിട്ട് അവൾ വീട്ടുകാരെ കുറിച്ചും അമ്മയും അച്ഛനെയും ഹംസയുടെയും ലൈലയുടെയും ലൈഫിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ തിരിച്ചു നടന്ന് ലൈലയുടെ വീട്ടിലെത്തുന്നു. ഈ ലൈലയുടെ വീട്ടിലാണ് ഇപ്പോൾ സലാമയും ലൈലയും താമസിക്കുന്നത്. ലൈലയുടെ വീട് മീൻസ് ശരിക്കും അത് സലാമയുടെ ബ്രദർ ഹംസ ലൈലയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത വീടാണ്. ലൈല ഇപ്പോൾ 7 മന്ത്സ് പ്രഗ്നന്റും കൂടിയാണ്. അപ്പോൾ ലൈല സലാമയോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോവണം. കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായാലും രണ്ടുപേരും കൊല്ലപ്പെടത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ബോട്ടിൽ വേറെ രാജ്യങ്ങളിലോട്ട് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അപ്പം സലാമയുടെ ഹോസ്പിറ്റലിലുള്ള ആമെന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ അതിൻ്റെ ഏജന്റാണ്. അയാളോട് സംസാരിച്ചിട്ട് എങ്ങനെയാണ്, എത്രയാണ് പൈസ എന്നൊക്കെ ഒന്ന് ചോദിച്ചു വെക്കണമെന്ന് ലൈല സലാമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ തന്നെ ലൈല സലാമയോട് ചോദിക്കുന്നുണ്ട് അയാളോട് ചോദിച്ചോന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനത് ചോദിച്ചിട്ടില്ല എന്ന്. സലാമ അതിന് വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല. അവളുടെ ഉള്ളിൽ ആകെ ഒരു കൺഫ്യൂഷനാണ്. അവൾക്ക് ഇവിടെ നിൽക്കണോ അതോ ലൈലയായിട്ട് രക്ഷപ്പെട്ട് പോകണോ എന്നുള്ളത്. അപ്പം ലൈല പറയുന്നതെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം, അവൾക്ക് ഇനി കുഞ്ഞുമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഡെലിവറിക്ക് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണം എന്നാണ് ലൈല പറയുന്നത്. സലാമയുടെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ അവൾക്കിങ്ങനെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരെയൊക്കെ ഒരുപാട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ ഡോക്ടേഴ്സും കുറവ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളും കൂടി പോയി കഴിഞ്ഞാൽ അത്രയും ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ വയ്യാതെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ ഇട്ടിട്ട് പോകാൻ അവൾക്കൊരു മനസ്സ് വരുന്നില്ല. സലാമ ബോട്ടിന്റെ കാര്യം ചോദിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് ലൈല പറയുന്നുണ്ട് എന്നെ ഇവിടുന്ന് ഒറ്റയ്ക്ക് വിടാനുള്ള പ്ലാൻ ആണെങ്കിൽ വേണ്ട, ഞാൻ പോകത്തില്ല. പോകുവാണെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടെ ഒന്നിച്ച് പോകാം, അല്ലെങ്കിൽ 2 പേർക്കും പോകണ്ട. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആരെങ്കിലും വെടിവെച്ച് നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്രമണത്തിൽ നമ്മൾ കൊല്ലപ്പെടും. അതിനേക്കാളും നമുക്ക് ആകെയുള്ള ഒരേ ഒരു ചാൻസ് ഇതാണ്, അത് നമുക്ക് നോക്കാം എന്ന് പറയും. അത് സലാമ പറയുന്നുണ്ട് ഇവിടുന്ന് പോയാലും ഈ ബോട്ടിൽ പോയാലും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ലൈല പറയുന്നതാണ് ആകെ ഒരു വഴിയുള്ള അതാണ്, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം, ഇവിടെ നിന്ന് എന്തായാലും കൊല്ലപ്പെടും, രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടാം എന്നുള്ള വഴിയാണ് ലൈല പറയുന്നത്. അപ്പോൾ സലാമ ഹംസയുടെ വാക്കുകൾ ഓർക്കുന്നുണ്ട്. ഹംസ പോകുന്നതിന് മുന്നേ സലാമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈലയും ഉമ്മായും
സലാമയും എങ്ങനെയെങ്കിലും ലൈഫ് സേവ് ചെയ്യാൻ നോക്കണം, അവർ രക്ഷപ്പെട്ട് പോകണമെന്ന്. പക്ഷേ ഉമ്മ ഓൾറെഡി മരിച്ചു. അവരുടെ വീട്ടിൽ ബോംബിട്ട സമയത്ത് ഉമ്മ മരിക്കുന്നുണ്ട്. അന്ന് സലാമയ്ക്കും അപകടം പറ്റിയെങ്കിലും സലാമ അന്ന് രക്ഷപ്പെട്ടു വന്നു. പിന്നെ ആക്ച്വലി ഹംസയും സലാമയുടെ വാപ്പയും അങ്ങനെ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതല്ല, അവരെ ഈ മിലിറ്ററിക്കാർ പിടിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവർക്കിനി അവിടെ നിന്ന് ഒരു രക്ഷയില്ല. ഒന്നുകിൽ അവർ കൊന്ന് കളഞ്ഞു കാണും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇട്ട് ടോർച്ചർ ചെയ്യുമായിരിക്കും. അപ്പോൾ സലാമയുടെയും ലൈലയുടെ ആഗ്രഹം അവർ മരിച്ചു പോകണം എന്ന് തന്നെയാണ്. കാരണം അവിടുത്തെ ആ ഒരു ടോർച്ചർ സഹിക്കുന്നതിനേക്കാളും അങ്ങനെ ഒരു ജീവിതം ഉള്ളതിനേക്കാളും നല്ലത് അവർ മരിക്കണേന്നാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. സലാമ പറയുന്നത് അവിടെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിലും ഒരുപാട് പേര് വെടിയേറ്റ് വരുന്നവരുണ്ട്. അപ്പം അവളുടെ കൈ കൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുമുണ്ട്, അവളുടെ കൈ കിടന്ന് ഒരുപാട് പേര് മരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് അതിലൊരു കുറ്റബോധം അവൾക്കുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ലൈലയ്ക്ക് സലാമ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവളുടെ ഇങ്ങനെ ഷോൾഡർ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സലാമ നോക്കുമ്പോൾ ലീല വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം അവൾക്ക് ഫുഡ് പോലും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ സലാമയ്ക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇവിടുന്ന് എങ്ങനെയെങ്കിലും സലാമയെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അങ്ങനെ അവൾ അടുത്ത ദിവസം ചോദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ആമിനോട് ബോട്ടിൻ്റെ കാര്യം ചോദിക്കാമെന്ന് സലാമ തീരുമാനിക്കുന്നു. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും ലൈല പറയുന്നുണ്ട്, നിന്റെ ഈ നല്ല മനസ്സുകൊണ്ട് നിനക്ക് ആരെങ്കിലും നല്ല ആൾക്കാരെ കിട്ടുമായിരിക്കും, അവൾക്കൊരു പാർട്ട്ണർ വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സലാമ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെ കല്യാണമൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടി അവൾക്ക് മുന്നേ വന്ന ഒരു പ്രൊപ്പോസലിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഒരു ചെറുക്കനും വീട്ടുകാരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ അത് നടന്നില്ല. അപ്പോൾ ജസ്റ്റ് അതിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം അവർ റൂമിൽ ഉറങ്ങാൻ പോകുന്നു. അപ്പോൾ ലൈല കൗച്ചിൽ തന്നെയാണ് കിടക്കുന്നത്, സലാമ അകത്ത് റൂമിൽ കിടക്കുന്നുണ്ട്. അപ്പം ലൈലയ്ക്കൊരു റൂമുണ്ട്, ലൈലയുടെ ഹംസയുടെ. പക്ഷെ അവിടെ അവൾക്ക് ഈ ഹംസയുടെ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ലൈല അവിടെ അല്ല കിടക്കുന്നത്. അങ്ങനെ അതിനുശേഷം സലാമ റൂമിലെത്തുന്നു. സലാമ റൂമിലെത്തുന്ന സമയത്ത് അവൾക്ക് വീണ്ടും കൺഫ്യൂഷനാണ്, പോണോ വേണ്ടേന്നുള്ളത്. അപ്പോൾ അവിടെ വരുന്ന ഒരാളാണ് കൗഫ്. കൗഫ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യനല്ല, അത് ജസ്റ്റ് സലാമയുടെ ഒരു തോട്ടാണ്, അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷനാണ്. അവൾക്ക് ഈ യുദ്ധവും ഒരുപാട് നഷ്ടങ്ങളും അങ്ങനെ ഒരുപാട് ലോസസ് ഒക്കെ വന്ന സമയത്ത് ആ ഒരു ട്രോമയിൽ അവളുടെ ഉള്ളിലുണ്ടായ ഒരു തോട്ട് പ്രോസസ്സാണ് ഈ ഒരു കൗഫ്. അവൾ ഹോസ്പിറ്റലിൽ അവളുടെ വീട്ടിൽ ബോംബിട്ടിട്ട് അവളുടെ ഉമ്മ മരിച്ചു, അവൾ ഹോസ്പിറ്റലിൽ ഇൻജേർഡ് ആയിട്ട് കിടക്കുന്ന ടൈമിലാണ് ആദ്യമായിട്ട് ഈ കൗഫിനെ കാണുന്നത്. കൗഫിന് ഒരു മനുഷ്യന്റെ രൂപമായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. ആ ഹോസ്പിറ്റൽ ബെഡിൽ അവിടെ വെച്ചിട്ട് കൗഫ് ഇരിക്കുന്ന കാണുമ്പോൾ അവൾ ആദ്യം വിചാരിച്ചത് അവൾക്ക് ഈ കുറേ മരുന്നും ഡ്രഗ്സും അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ അവൾക്ക് തോന്നുന്നതാണെന്നാണ്. പക്ഷെ അതിനുശേഷം അത് പോയിട്ടില്ല. എപ്പോഴും ഇതുപോലുള്ള എന്തെങ്കിലും അവൾക്കൊരു പേടി, ഓവർ തിങ്കിങ് ഒക്കെ വരുന്ന സമയത്ത് ഈ കൗഫ് വന്നിട്ട് ഇങ്ങനെ അവളെ ഇങ്ങനെ പുഷ് ചെയ്യും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്കൊരു തോന്നൽ വരുമല്ലോ, അതുപോലെ ഒരു ക്യാരക്ടറാണ് ഈ കൗഫ്. അപ്പം അവളിതിങ്ങനെ ഇവിടുന്ന് പോണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്ത് കൗഫ് ഇങ്ങനെ വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഇവിടുന്ന് പോകണം, ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കുറേ നാളായിട്ട് ഇതിങ്ങനെ പറഞ്ഞിട്ടും ആമിനോട് ചോദിച്ചിട്ടില്ല, എന്തായാലും ചോദിക്കണമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഈ ഒരു കൗഫ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണിച്ചിട്ടാണ് നിർത്തുന്നത്. അപ്പം നെക്സ്റ്റ് അവളിങ്ങനെ ആ ഒരു പാസ്റ്റ് കഴിഞ്ഞ ഒരു ജൂലൈ മന്തിലാണ് ആ ഒരു ബോംബാക്രമണവും ഒക്കെ വരുന്നത്. അപ്പോൾ അന്ന് തൊട്ടാണ് കൗഫ് അവളുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ 7 months ആയിട്ട് അവളുടെ കൂടെ ഉള്ള ഒരാളാണ് കൗഫ്. അത് അവൾക്ക് മാത്രമേ കാണുന്നുള്ളൂ, അത് ശരിക്കും അതൊരു തോന്നൽ മാത്രമാണ്. അപ്പോൾ കൗഫ് ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ എന്നും രാത്രി ഇതുപോലെ നാളെ ചോദിക്കാം ബോട്ടിൻ്റെ ആരെയും ചോദിക്കാമെന്ന് പറയുന്ന അല്ലാതെ ചോദിക്കുന്നില്ല. ഇന്നും ഒരു 3 തവണ നിന്നെ പാസ് ചെയ്ത് പോയിട്ടും ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നീ ഇങ്ങനെ മനഃപൂർവ്വം ഇത് ചോദിക്കാതിരിക്കരുത് എന്ന് പറയുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, എനിക്ക് ഹോസ്പിറ്റലാണ് പ്രശ്നം, ഇന്നും ഒരു കുഞ്ഞിൻ്റെ കൈ കിടന്ന് മരിച്ചു, അപ്പോൾ അവൻ്റെ ബ്രദറിനെ കണ്ടപ്പോഴൊക്കെ എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ കൗഫ് ഇങ്ങനെ സ്നാപ്പ് ചെയ്തിട്ട് അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അവളുടെ സ്നാപ്പ് ചെയ്യുമ്പോൾ അവൾക്ക് ആ ഒരു വിഷൻ കാണുന്നതായിട്ടാണ് അവളുടെ ഒരു തോന്നലാണിത്. അപ്പോൾ അതിൽ ഇങ്ങനെ കൗഫ് അവളുടെ വീടും അവളുടെ ഉമ്മയും വാപ്പയൊക്കെ അവളുടെ വീട്ടിൽ നിൽക്കുന്നതും ആ ഒരു വാപ്പയും ഹംസയും പിടിച്ചിട്ട് പോകുന്ന ദിവസമാണ് അവൾക്ക് കാണുന്നത്. അപ്പോൾ ആ ടൈമിൽ അവരൊരു പ്രൊട്ടസ്റ്റിന് പോകുന്നു, അവിടെ നിന്നാണ് അവരെ പിടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ആ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹംസ ഇങ്ങനെ അവളോട് പോകുന്നതിന് മുന്നേ പറയുന്ന കാര്യമാണ്, ലൈലയെ നോക്കിക്കോണം, ഉമ്മയെ നോക്കിക്കോണം. എന്നിട്ട് ഇങ്ങനെ ഹംസ അവളെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഇപ്പോൾ അവൾ കാണുന്നത്. ഉമ്മ ഓൾറെഡി മരിച്ചു, ഇനി ലൈലയ്ക്ക് ആ ഒരു വിധി വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹംസ അവളെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. അത് കൗഫ് അവളുടെ ഉള്ളിൽ വരുത്തിക്കുന്ന ഒരു തോന്നലാണ് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അവൾ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അവൾ ആമിനോട് ചോദിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ സിയാദ് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, പേഷ്യൻസ് എല്ലാം കൂടി വരുന്നുണ്ട്, പക്ഷെ മെഡിക്കേഷൻസ് കുറവാണ്, പറ്റുന്ന രീതിയിലൊക്കെ അവരെ നോക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഡെയിലി അവിടെ ഇങ്ങനെ പേഷ്യൻസ് ഇങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട്, ഡെയിലി അറ്റാക്ക് നടക്കും. ചിലപ്പോൾ അതൊരു സ്നൈപ്പർ വിക്ടിം ആവാം, അല്ലെങ്കിൽ ഒരു ബോംബിൽ അപകടം പറ്റിയ ആൾക്കാരാവാം. അങ്ങനെ ഒരുപാട് പേരങ്ങനെ വരുന്നുണ്ട്. പിന്നെ ആ ഹോസ്പിറ്റലിലുള്ള ഒരു സ്റ്റാഫാണ് നൂർ എന്ന് പറയുന്നത്. അപ്പം നൂറ് സലാമയുടെ ഒരു ഫ്രണ്ടാണ്, ഒരു ലേഡിയാണ്. പുള്ളിക്കാരിയും സലാമയുടെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്നതാണ്, നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവളൊരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ആമിൻ്റെ അടുത്ത് ചെന്നിട്ട് ബോട്ടിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആമിനോട് ചോദിക്കുമ്പോൾ ആം പറയുന്നത് അയാൾ അവിടുന്ന് ഇവരെ ടാർട്ടസിലെത്തിക്കും. ടാർട്ടസിൽ നിന്നാണ് ബോട്ട് വരുന്നത്. ബോട്ടിലൊരു 1.5 ഡേ കാണും. അതിനുശേഷം അവർ ഇറ്റലിയിലെത്തും. ഇറ്റലിയിൽ ഒരു ബസ് കാണും. ആ ബസ്സിൽ അവർ ജർമ്മനിയിലെത്തുന്നു. ഇതിൽ ഏറ്റവും പാടെന്ന് പറയുന്നത് ഈ ഇറ്റലി എത്തുക എന്നുള്ളതാണ്, ബോട്ടിൽ ഇറ്റലി എത്തുക. പിന്നെ ഇവിടുന്ന് ഈ ഒരു മിലിറ്ററിക്കാരുടെ പോസ്റ്റ് കടന്നിട്ട് ഓരോ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതിന് അവിടെ കടന്ന് ടാർട്ടസിലെത്തുക എന്ന് പറയുന്നതും ഒരു ടാസ്ക്കാണ്. അപ്പം പൈസ ആയിട്ട് വന്നാൽ അയാൾ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര ക്യാഷ് ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയുന്നത് 2000 വെച്ചിട്ട് ടോട്ടൽ $4,000 രണ്ടുപേർ കൂടി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം സലാമ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ അത്രയ്ക്കുള്ള പൈസ ഒന്നും ഇപ്പം ഇല്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഇവരിങ്ങനെ പറയുന്നുണ്ട് ലൈല പ്രഗ്നൻ്റ് ആണ്, എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ തരണമെന്ന് പറയുന്ന സമയത്ത് ആം ഇങ്ങനെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാനത് ചാരിറ്റി ആയിട്ടൊന്നും ചെയ്യുന്നതല്ല, എനിക്ക് പൈസ തന്നാൽ ഞാൻ ബോട്ട് തരും, അല്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. കാര്യം ഇവർക്ക് ഈ പോകുന്ന വഴിക്ക് സോൾജേഴ്സിനൊക്കെ പൈസ കൊടുക്കണം, എന്നാലേ അവരെ കയറ്റി വിടത്തുള്ളൂ. പിന്നെ ഇത് ചെറിയ കാര്യമൊന്നുമല്ല, രണ്ട് കൺട്രീസ് കടന്നു പോകേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് പൈസ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സലാമ വീണ്ടും അവിടെയുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ കുട്ടികളെയൊക്കെ കാണുന്ന സമയത്ത് അവൾ ഇന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ സിയാദ് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കണ്ട, കുറച്ചു നേരം വീട്ടിൽ പോ, റെസ്റ്റ് എടുക്ക്, ഇത് ഇങ്ങനെ നിൽക്കുന്നത് നിന്റെ ഒരു ഹെൽത്തിന് കേടാണ്, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ടില്ല, വീണ്ടും ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആൾ പറയുന്നുണ്ട്, ആദ്യം നിന്റെ ആരെയും നോക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ്, അതിനുശേഷം മതി ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ സിയാദ് അവളെ വീട്ടിലോട്ട് വിടുന്നുണ്ട്. അങ്ങനെ അവൾ വീട്ടിലെത്തുന്നു. അപ്പോൾ ലൈലയോട് ഇങ്ങനെ ആമിനെ കുറിച്ച് സംസാരിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും പൈസ വേണമെന്ന് പറയുന്ന സമയത്ത് ലൈല പറയുന്നുണ്ട്, അവളുടെ കുറച്ച് ഗോൾഡ് ഇരിപ്പുണ്ട്, നമുക്കത് വിൽക്കാം. പക്ഷെ സലാമയുടെ ഗോൾഡ് എല്ലാം പോയി, അത് ആ ഒരു വീട് നശിച്ചു പോയ സമയത്ത് അതിനടിയിലായിപ്പോയി. അപ്പോൾ ലൈലയുടെ ഗോൾഡ് കുറച്ചിരിപ്പുണ്ട്, അപ്പോൾ അതെടുത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് പോവാം, നാളെ ആമിനോട് ചോദിച്ചു നോക്കൂ ഗോൾഡ് ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ പറയുന്നു. അങ്ങനെ അതിനുശേഷം ലൈലയും സലാമയും ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ കാര്യം വരും. കുഞ്ഞിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ സലാമ പറയുന്നുണ്ട് ഇതൊരു ബേബി ഗേൾ ആണെന്ന്. അപ്പോൾ ലൈല പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ബേബിക്ക് സലാമ എന്ന് തന്നെ പേരിടും, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം സലാമയാണ്, അപ്പം ഞാൻ ബേബിയും സലാമ എന്ന് തന്നെ വിളിക്കുമെന്ന് ലൈല പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയിലും കൗഫ് വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നാളെ ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ കാര്യം ചോദിക്കണം, എന്നിട്ട് ഇതിനൊരു തീരുമാനത്തിലെത്തണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവൾ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഇതുപോലൊരു അറ്റാക്കുമായിട്ട് കുറേ പേര് കയറി വരുന്നുണ്ട്. അന്നേരം അവളിങ്ങനെ ഇത് കാണുന്ന സമയത്ത് അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതൊന്ന് കവർ ചെയ്യാൻ ആരെങ്കിലും ഇതൊന്ന് കവർ ചെയ്ത് പുറത്തോട്ട് ലോകത്തിന് ഇതൊക്കെയൊന്ന് അറിയിച്ചിരുന്നെങ്കിലെന്ന് അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്ന് പുറത്തൊരു ന്യൂസിലോട്ടൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു ഹെൽപ്പിന് വന്നേനെന്ന് അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ചെറിയൊരു മോൻ, ഒരു 6 വയസ്സുള്ള ഒരു മോനിരുന്ന് പാട്ട് പാടുന്നുണ്ട്, ഒരു ഫ്രീഡം സോങ് പാടുകയാണ്. അപ്പോൾ ഒരുപാട് ഇഞ്ചേർഡ് ആയിട്ടുള്ള കുട്ടികൾ അവൻ്റെ കൂടെ ഉണ്ട്. സലാമ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവനിങ്ങനെ വലിയതായിട്ട് ഇഞ്ചേർഡ് അല്ല, അവനിരുന്ന് ഇങ്ങനെ പാട്ട് പാടുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഉള്ളിൽ എന്തോ വേദനയുണ്ട്, ശ്വാസം. അപ്പോൾ അവനിങ്ങനെ ശ്വാസം എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലെ സലാമയ്ക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അവനിങ്ങനെ തലയിൽ എന്തോ ഒരു വേദന പോലെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ ഡോക്ടർ സിയാദിനെ വിളിക്കുന്ന സമയത്ത് ഡോക്ടർ സിയാദ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് പറയും, ഇത് പ്രശ്നമാണ്, ഇന്റേണൽ ബ്ലീഡിംഗ് ആണ്, ബ്രെയിൻ ഡാമേജ് പറ്റിയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ഇതിക്ക് സലാമയ്ക്ക് പക്ഷെ അവനെ കാണുമ്പോഴത്തേക്കും അങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ചെയ്യണം എന്നൊരിത് വരും. അപ്പോൾ അവളിങ്ങനെ ഡോക്ടർ സിയാദിനെ വീണ്ടും നിർബന്ധിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, നമുക്കിവിടെ മെഡിക്കേഷൻസ് ഒന്നുമില്ല, ഈ ഒരു ഇത്രയും വലിയ സർജറി ചെയ്യാനുള്ള ഒരു സംഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല, അതിനേക്കാളും എന്തായാലും അവൻ്റെ ഫെയ്റ്റ് അതാണ്. അപ്പോൾ ബാക്കിയുള്ള രക്ഷിക്കാൻ പറ്റുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കാൻ സലാമയോട് പറയുന്നുണ്ട്.
അപ്പോൾ അവൾക്ക് അവളുടെ ബ്ലഡ് കൊടുക്കാം, കാരണം അവൾക്ക് O നെഗറ്റീവ് ആണ്. അത് ഒരു യൂണിവേഴ്സൽ ഡോണർ ആയതുകൊണ്ട് അവളുടെ ബ്ലഡ് വല്ലതും കൊടുക്കാം, എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ സിയാദ് പറയുന്നുണ്ട് ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വേറെ പേഷ്യൻസിനോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവൾക്ക് ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ അഹമ്മദിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ മരിക്കാൻ പോവാണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അന്നേരം ആ കുഞ്ഞിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നുമില്ല, കാര്യം മരിച്ചു പോയാൽ എൻ്റെ ബാബ അടുത്ത് പോവാം എന്നാണ് ഉമ്മ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഉമ്മയും കാണുന്നില്ല, ഉമ്മയെ എവിടാന്ന് അറിയത്തില്ല, ഇനി രണ്ടുപേരും ഹെവനിലെത്തിയോ എന്നറിയില്ല, ഞാനും അവിടെ പോകുമെന്നൊക്കെ ഇങ്ങനെ അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിങ്ങനെ അഹമ്മദ് സലാമയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഹെവനിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഗോഡിനോട് സംസാരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് സലാമ അറിയാതെ ഇരുന്ന് കരയാണ്. അപ്പോൾ അവനിങ്ങനെ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, വിഷമിക്കണ്ട, ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ ഗോഡിനോടെല്ലാം പറയാം, ഗോഡെല്ലാം ശരിയാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പറയുന്നതോടുകൂടി അവൻ മരിക്കുന്നതായിട്ടാണ്. പിന്നീട് അവൻ അനങ്ങിയിട്ടില്ല. അപ്പോൾ സലാമ ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ അവനെ നോക്കി കുറേ നേരം അവൻ മരിച്ചു. അപ്പോൾ അതിങ്ങനെ അവൾ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ അവൻ ചോദിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് ഒരു 6 വയസ്സുകാരന് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഡെത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്, അതോ ഈ ഒരു വാർ ഫേസ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ എന്നിങ്ങനെ അവളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബോയ് വന്നിട്ട്, ബോയ് എന്ന് വെച്ചാൽ അവളുടെ പ്രായം തന്നെ ഉണ്ട്, ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എൻ്റെ സിസ്റ്ററിന് തീരെ വയ്യ, എനിക്കൊന്ന് എൻ്റെ വീട്ടിലോട്ട് വരണം, കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇവിടെ ഒരു ബോംബ് അറ്റാക്കിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ വയറ്റിൽ മൊത്തം ഈ ഒരു ബോംബിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഫുള്ള് സംഭവങ്ങളൊക്കെ കയറിയിട്ട് അവൾക്കൊരു വയ്യാതായിരുന്നു. ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. പക്ഷെ ഇപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര വയറുവേദന എടുക്കുന്നു, അവൾ ഭയങ്കര കരച്ചിലാണ്, എടുത്തിട്ട് വരാനൊന്നും പറ്റത്തില്ല, എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചിട്ട് അവൻ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവനെ കണ്ട സമയത്ത് സലാമയ്ക്കൊരു പരിചയം പോലെ തോന്നി. പിന്നെ ആ ഒരു പാനിക്കിൽ അവൾ പെട്ടെന്ന് അവൻ്റെ കൂടെ അയാളുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അങ്ങനെ സലാമ ആ പയ്യനുമായിട്ട് ആ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ്റെ സിസ്റ്ററിൻ്റെ പേര് ലാമ എന്നാണ്, 9 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞിനെ തലേദിവസം ഓപ്പറേഷൻ ചെയ്തു, പക്ഷെ അകത്ത് വീണ്ടും എന്തൊക്കെ അവശിഷ്ടങ്ങളുണ്ടെന്ന് അവൾ തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലായി. അങ്ങനെ അവൾ അത് ഓപ്പറേറ്റ് ചെയ്ത് അനസ്തേഷ്യയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ആ പയ്യനും അവൻ്റെ ഒരു അനിയനുണ്ട് യൂസുഫ്, 13 വയസ്സാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയൊക്കെ പിടിച്ചിട്ടാണ് ആ കുഞ്ഞിനെ അത് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് സലാമ പറയുന്നുണ്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം, അവൾ പോവാന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ അപ്പോൾ ഏകദേശം വൈകിട്ടായി. അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ അവിടെ ഡോറ് തുറക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു വെടിയേച്ചയൊക്കെ കേൾക്കുന്ന സമയത്ത് ആ പയ്യൻ അവളെ വിളിച്ച് വീണ്ടും അകത്തോട്ടാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ പോകേണ്ട, ഇത് റിസ്ക് ആണ് എന്ന് പറയും. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല എനിക്ക് പോയേ പറ്റത്തുള്ളൂ, എനിക്ക് എൻ്റെ വീട്ടിലെൻ്റെ സിസ്റ്റർ ഉണ്ട്, അവൾ ഒറ്റയ്ക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ അടുത്ത് എത്താനും പറ്റില്ല, ആരെങ്കിലും വെടിവെച്ച് കൊല്ലത്തേ ഉള്ളൂ, അതിനേക്കാളും ഇവിടെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവൻ സലാമയോട് വീട്ടിൽ തന്നെ നിൽക്കാൻ പറയും. അങ്ങനെ സലാമ അകത്ത് വരും. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് ലൈല ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ അത് ആരാന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. എന്നിട്ട് അവളിങ്ങനെ ജസ്റ്റ് ലൈലയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്, അത് വീട്ടിൽ ഫോൺ ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കാൻ പറയും. അപ്പോൾ അവൾ പറയും അങ്ങനെ വിളിച്ചു നോക്കാമെന്ന്. പക്ഷെ വിളിച്ചു നോക്കുമ്പോൾ ലൈല എടുക്കത്തില്ല. ലൈല എടുക്കാത്തപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അത് വിളിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറയും. അങ്ങനെ അവൾക്ക് ആ ഒരു ടെൻഷൻ ആവുന്ന സമയത്ത് കൗഫ് വരുന്നുണ്ട്. കൗഫ് വന്നിട്ട് അവളുടെ ഉള്ളിൽ ഇങ്ങനെ പേടി കൂട്ടുവാണ്, ലൈലയ്ക്ക് എന്തെങ്കിലും പറ്റി കാണുമോ, ലൈലയ്ക്ക് ഇനി ലേബറോ അല്ല നേരത്തെ ആയി കാണുമോ, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ, ഇങ്ങനെ ചെയ്യുന്നത് ലൈലയുടെ ലൈഫ് ഡേഞ്ചറിലാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു അവസരത്തിൽ കൗഫ് അവളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ആ പയ്യൻ അവളെ പിന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയാവുമായിരിക്കും, അപ്പം ലൈലയുടെ അടുത്ത് പോവാം എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടുന്ന സമയത്ത് അവൻ്റെ പേര് കെനാൻ എന്നാണ്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ അവൾക്ക് എവിടെയോ കേട്ട ഒരു പരിചയം പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ സംസാരിച്ച് വരുമ്പോഴത്തേക്കും അവനും അവളും ഏകദേശം ഒരു പ്രായമാണ്, 1 വയസ്സ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ കെനാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം അവനൊരു ആനിമേറ്റർ ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സലാമ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇതിനു മുന്നേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കെനാൻ പറയുന്നുണ്ട് അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ കൗഫ് ഇങ്ങനെ ഇത് സസ്പീഷ്യസ്ലി അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അത് സലാമയ്ക്ക് കാണാം, പക്ഷെ സലാമ കൗഫിനെ മൈൻഡ് ചെയ്യുന്നില്ല. സലാമ ഇങ്ങനെ കെനാനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കൗഫ് ഇങ്ങനെ അവളെ പേടിപ്പിക്കാൻ തുടങ്ങി, ഇത് ആരാന്ന് വീണ്ടും ചോദിക്ക്, ഇനി ഒരു പരിചയമില്ലാത്തൊരു ചെറുക്കൻ്റെ വീട്ടിൽ ഇങ്ങനെ രാത്രി നിൽക്കുന്നു, അവനിനി എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ അവളുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ
ടെൻഷൻസ് ഇങ്ങനെ കൗഫ് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കൗഫ് ഇങ്ങനെ അവളെ നിർബന്ധിക്കുന്ന സമയത്ത് അവളിങ്ങനെ കെനാനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ശരിക്കും എവിടെ വെച്ച് നമ്മൾ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് കെനാൻ ഇങ്ങനെ ഒരു ദേഷ്യം പോലെ പറയുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവളിങ്ങനെ പിന്നെയും അവനെ നോക്കുമ്പോൾ അവൻ പറയും, ശരിക്കും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഇവരുടെ ഒരു മാരേജ് പ്രപ്പോസലായിരുന്നു മുൻപ് അവൾക്ക് വന്നിരുന്നത്, പക്ഷെ അതെന്തുകൊണ്ടോ അത് നടന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ അതാലോചിച്ചിട്ട് ഇങ്ങനെ അന്നത്തെ സംഭവങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ ഒരു പ്രപ്പോസൽ വന്നത് കുറച്ച് മുന്നേ ആയിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിൽ ആ കെനാൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ആ ഒരു പരിചയം തോന്നിയത്. അന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ ലൈല അവളെ ഒരുക്കിയതും അന്നത്തെ ആ ഒരു കോൺവെർസേഷൻസ് ഒക്കെ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവളിങ്ങനെ അവനോട് എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നുമില്ല, അവരിപ്പോൾ ജീവിക്കുന്ന തന്നെ അവർക്ക് ജർമ്മനിയിൽ ഒരു അങ്കിളുണ്ട്, അവർ കുറച്ച് എന്തെങ്കിലും പൈസ അയച്ചു തരും, അത് വെച്ചിട്ടാണ് ഇവർ മൂന്നുപേരും നിൽക്കുന്നത്. അവരുടെ പേരൻസ് ഒക്കെ ഒരു ആക്രമണത്തിൽ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സലാമ അറിയാതെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഒന്നിച്ചായനെ. അവൾക്ക് അങ്ങനത്തെ ആ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾക്ക് ചെറിയൊരു ആഗ്രഹം തോന്നുന്നുണ്ടോ, അങ്ങനെ നടന്നിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ നടക്കില്ല, പക്ഷെ അവൾക്കതൊരു നഷ്ടം പോലെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ചൊക്കെ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അവൻ ഒരിക്കലും ഇവിടുന്ന് പോവില്ല, അവന് ഏറ്റവും വലുത് ഈ ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം അവനൊരു ആനിമേറ്റർ ആവാനായിരുന്നല്ലോ ആഗ്രഹം. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം ഇവിടുത്തെ ഈ ഒരു സഫറിങ്സ് ഒക്കെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ വല്ലതും അപ്ലോഡ് ചെയ്തിട്ട് അത് ലോകത്തിനെ അറിയിക്കണം, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലും ഒരു പറ്റുന്ന രീതിയിലുള്ളൊരു ഹെൽപ്പ് അവന് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണ് അവൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് സലാമയ്ക്ക് അവൻ്റെ അടുത്തൊരു ചെറിയൊരു അട്രാക്ഷനൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് കൗഫിന് ഇങ്ങനെ അവളുടെ മനസ്സിൽ കൗഫ് ഇങ്ങനെ ഒരു സംശയമൊക്കെ ഇങ്ങനെ വരുത്തിക്കുന്നുണ്ട്. അത് വേണ്ട എന്നുള്ള രീതിയിൽ കൗഫ് ഇങ്ങനെ അവളുടെ ഉള്ളിൽ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അവൾ കുറച്ചു നേരം ഇങ്ങനെ കൗഫിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനിങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും, എന്താ പറ്റി? കെനാൻ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി? കുറച്ചു നേരമായിട്ട് എവിടെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു, ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നിങ്ങനെ അവനിങ്ങനെ ചോദിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല ആരുമില്ല, എനിക്ക് ലൈലയെ കാണണം, വീട്ടിൽ പോകണം എന്നിങ്ങനെ അവൾ പറയുന്നുണ്ട്. സലാമയും കെനാനും കൂടി അങ്ങനെ ലൈലയുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അപ്പോൾ ചെല്ലുന്ന സമയത്ത് ലൈലയെ ആദ്യം വിളിക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അങ്ങനെ അവരൊരു ടെൻഷൻ ആവുന്നുണ്ട്. അപ്പം അങ്ങനെ സലാമ കയറി നോക്കുന്ന സമയത്ത് ലൈല പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവൾ അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നുകൊണ്ടാണ് എടുക്കാഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സലാമ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരു വീട്ടിലായിരുന്നു, അപ്പോൾ ആ കെനാൻ എന്ന് പറയുന്ന ആൾ കൂടെ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ പറയും. അപ്പോൾ ലൈല അപ്പോൾ ഈ ഒരു ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് നിന്നുകൊണ്ട് അവൾ പറയും, ഇനിയിപ്പോൾ എന്തായാലും വേണ്ട, പകലെപ്പോഴേലും കാണാമെന്ന് പറയും. അങ്ങനെ സലാമ കെനാനോട് വന്നിട്ട് പറയും ലൈല ഓക്കെയാണ്, ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കോളാൻ പറയും. അപ്പോൾ അങ്ങനെ കെനാൻ തിരിച്ച് പോകാൻ ഇറങ്ങുന്ന സമയത്ത് സലാമ വിളിച്ചിട്ട് പറയും, ഹോസ്പിറ്റലിൽ വന്ന് റെക്കോർഡ് ചെയ്യുക, അവിടെയാണ് കൂടുതലും ഈ ഒരു വാറിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അവിടുന്ന് കവർ ചെയ്താൽ കുറച്ചുകൂടി ഇത് കിട്ടും, സോ അവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്യും, ഞാൻ ഡോക്ടർ സിയാദിനോട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ആ ഒരു അവസ്ഥയൊക്കെ കാണുന്ന സമയത്തെങ്കിലും കെനാൻ ഒരു സിബ്ലിങ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടൊരു ഇത് വന്നിട്ട് ഇവിടുന്ന് പോകുമായിരിക്കും എന്നുള്ളതാണ് അവളുടെ ഒരു വിശ്വാസം. അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് അവൾ പറയുന്നത് ഹോസ്പിറ്റലിൽ വന്ന് റെക്കോർഡ് ചെയ്യാനെന്ന്. അങ്ങനെ കെനാൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. കെനാൻ പോയി കഴിഞ്ഞിട്ട് ലൈലയും സലാമയും സംസാരിക്കുമ്പോൾ ലൈലയ്ക്ക് മനസ്സിലാവുന്നുണ്ട് സലാമയ്ക്ക് കെനാനോടൊരു താല്പര്യം ഉണ്ടെന്നുള്ളത്. പിന്നെ ഓൾറെഡി കല്യാണം മുന്നേ നോക്കിയ ആളൊക്കെ ആണല്ലോ. അപ്പോൾ ലൈല പറയുന്നുണ്ട്, നിനക്ക് എന്താണോ ഇഷ്ടം അത് നീ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സലാമ പറയുന്നുണ്ട്, നമ്മളെന്തായാലും ഇവിടുന്ന് പോകും, കെനാൻ വരുത്തൂല്ല, അപ്പം ഇത് നടക്കത്തില്ല, അതുകൊണ്ട് അത് പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. നാളെ ഞാൻ എന്തായാലും ആമിനോട് സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ ലൈല പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഒന്നെങ്കിൽ ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ മരിക്കും, അപ്പം അത് എപ്പോഴാണ് ഏതാണെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അപ്പം ഉള്ളിടത്തോളം കാലം നിനക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്ത് നീ മുന്നോട്ട് പോവാന്ന് ലൈല അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയിലും ലൈല പറയുന്നുണ്ട്, അടുത്ത ദിവസം ആമിന് ഗോൾഡ് കൊടുക്കുന്ന ആരെയും സംസാരിച്ച് നോക്കുക, അയാൾ സമ്മതിക്കുമോ അറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അപ്പം സലാമയ്ക്ക് ഗോൾഡ് കൊടുക്കുന്നതിനോട് ഒരു വിഷമമുണ്ട്. അത് ലൈലയുടെ അതിങ്ങനെ എന്തോ ഒരു പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അതിൽ നിന്നും കുറേ ഗോൾഡ് പോകുന്നതിനോട് അവൾക്ക് വിഷമമുണ്ട്. അപ്പോൾ കൗഫ് പറയുന്നുണ്ട്, ഗോൾഡിൻ്റെ ആരെയും ചോദിക്കണം, ഇവിടുന്ന് പോകുന്നതാണ് ഇമ്പോർട്ടൻറ്റ്, പിന്നെ
കൗഫ് അവളെ ഇങ്ങനെ വാൺ ചെയ്യുന്നുണ്ട്. അവളും കെനാനുമായിട്ടുള്ള ഒരിത് നല്ലതിനല്ല. കെനാൻ ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. അപ്പം അവൻ്റെ കൂടെ കൂടുതൽ നീ അടുത്ത് കഴിഞ്ഞാൽ നീ ഇവിടെ തന്നെ നിൽക്കും. ഒന്നാമത് നിനക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കണം എന്നുള്ളൊരു താല്പര്യം കൂടി ഉള്ളതുകൊണ്ട് കെനാനുമായിട്ടുള്ളൊരു റിലേഷൻ നിനക്ക് നല്ലതിനല്ല എന്ന് കൗഫ് ഇങ്ങനെ അവളെ വാൺ ചെയ്യുന്നുണ്ട്, അവളുടെ ഉള്ളിൽ നിന്ന് തന്നെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ഹംസയ്ക്ക് കൊടുത്ത വാക്കാണ് വലുത്, എനിക്ക് ലൈലയുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ്, അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങനെ കെനാന് വേണ്ടിയിട്ടൊന്നും ഞാൻ ഇവിടെ നിൽക്കത്തില്ല, പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് സലാമ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം സലാമ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർ സിയാദ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഹോസ്പിറ്റലിലേക്ക് കുറച്ച് മെഡിക്കേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് സലാമ നൂറും കൂടി അതിങ്ങനെ സ്റ്റോക്ക് റൂമിലോട്ട് വെക്കുന്നു. സലാമ കെനാൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കുറച്ച് കഴിഞ്ഞ് കെനാൻ വരുന്നുണ്ട്. അങ്ങനെ കെനാന് അവിടെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നു. ഡോക്ടർ സിയാദിനോട് ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടർ സിയാദിനും അത് ഹാപ്പിയാണോ അങ്ങനെ റെക്കോർഡ് ചെയ്ത് പുറം ലോകത്തിനെ അറിയിക്കുന്നതിന്. അങ്ങനെ അവൻ അവിടെ എല്ലാം ആ സമയത്ത് തന്നെ കുറച്ച് വിക്ടിംസ് വന്നു. അപ്പോൾ അതെല്ലാം സലാമ കെനാൻ അതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടു നടന്ന് കാണിക്കുന്നതും സലാമയാണ് കെനാനെ. അപ്പോൾ അവിടെയുള്ള പേഷ്യൻസിനെയും അവിടെ കുറച്ച് ബേബീസൊക്കെ ഉണ്ട്, ഇൻക്യുബേറ്റേഴ്സിലുള്ളവർ, പ്രഗ്നന്റ് ലേഡീസ്, അപ്പോൾ അവരൊക്കെ വേറെ സ്ഥലത്താണ് കിടക്കുന്നത്. അതെല്ലാം സലാമ അവനെ കൊണ്ടു നടന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഈ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിനിടയിൽ അവരുടെ ഇടയിൽ കുറച്ചുകൂടി ഒരു അഫെക്ഷൻ കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിൽ വീണ്ടും കുറച്ച് പേഷ്യൻസ് ഹോസ്പിറ്റലിലോട്ട് വരുന്ന സമയത്ത് സലാമയുടെ ഓടി വന്നിട്ട് അയാൾ കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ മോൾക്ക് അപകടം പറ്റി, മോൾക്ക് വെടിയേറ്റു, രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിരുന്ന് സലാമയുടെ അടുത്ത് നിന്ന് കരയുന്നു. അങ്ങനെയാണ് ആ ചാപ്റ്റർ തീരുന്നത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ സലാമ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. ഈ സമയത്ത് അയാളോട് പറഞ്ഞാലോ, ഇത് കുഞ്ഞിനെ ഞാൻ രക്ഷിക്കാം, പക്ഷേ എനിക്ക് ബോട്ട് തരണം, അത്രയ്ക്ക് പൈസ ഒന്നുമില്ല, ഗോൾഡ് തരാം എന്ന് പറയണമെന്ന് ഇങ്ങനെ അവളുടെ മനസ്സിരിക്കുന്നത്. അപ്പോൾ പറയണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് അവൾ അങ്ങ് രണ്ട് കൽപ്പിച്ച് പറയുന്നുണ്ട്, എനിക്ക് ഒരു ബോട്ട് തരണം, അങ്ങനെയാണെങ്കിൽ ഞാൻ കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളിങ്ങനെ നോക്കുന്നുണ്ട്, ഈ സമയത്ത് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ബോട്ട് കിട്ടിയാൽ ഞാൻ ചെയ്യും എന്നവളിങ്ങനെ ഒരു ഹാർഷായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഓക്കെ പറയുന്നുണ്ട്, ബോട്ട് തരാമെന്ന് പറയും. അങ്ങനെ അവൾ നോക്കുമ്പോൾ കുഞ്ഞിന് നെക്കിലാണ് ഒരു ബുള്ളറ്റ് ഉണ്ട്. അങ്ങനെ അവളിപ്പോൾ ഈ ഒരുപാട് ഇതുപോലുള്ള അപകടങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവൾക്കത് കുറച്ചുകൂടി ഈസിയാണ്. അങ്ങനെ അവൾ പെട്ടെന്ന് അതെല്ലാം ചെയ്ത് അതിനുശേഷം ആമിനോട് പറയുന്നുണ്ട് അവൾക്ക് ബ്ലഡ് വേണമെന്ന്. അപ്പം സലാമ തന്നെ അവൾക്ക് ബ്ലഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ആമിന് ഭയങ്കര ദേഷ്യമുണ്ട് സലാമയോട്. സലാമ ഇങ്ങനെ ആ ഒരു അവസരം മുതലാക്കി അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതിന്. അങ്ങനെ ആമിൻ്റെ മോള് സമർ കുറച്ച് ഓക്കെ ആവുന്ന സമയത്ത് സലാമ ആമിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കും ലീലയ്ക്കും വേണ്ടിയിട്ട് ഒരു ബോട്ട് തരണം, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ $4,000 ഒന്നും തരാനില്ല, ഒരു $1,000 ഒരു $1,000 ഒരു നെക്ലസും തരാം, അപ്പോൾ 2,000 പറ്റൂ, പക്ഷെ ഞങ്ങളെ രണ്ടുപേരെയും ബോട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആം ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ ഓൾറെഡി സമറിനെ രക്ഷിച്ചു, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വാക്ക് എന്തിന് ഇനിയും ഞാനത് ചെയ്യുമെന്നുള്ളതിൽ എന്താ ഉറപ്പ്, നിങ്ങൾ ചെയ്ത തൊട്ട് ശരിയായിട്ടില്ല, ഈ കാര്യം ഞാൻ ഡോക്ടർ സിയാദിനോട് പറഞ്ഞാൽ എന്താവും അവസ്ഥ, ഓൾമോസ്റ്റ് നിങ്ങളൊരു കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു ഇതിലാണ് നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ സലാമയെ ഒരുപാട് പറയുന്നുണ്ട്. സലാമ പറയുന്നുണ്ട്, സമറിന് ഇനിയും ഒരുപാട് മെഡിസിൻസ് ആവശ്യമുണ്ട്, അവൾക്ക് ഒരുപാട് വേദന ഉണ്ടാവും, അപ്പോൾ അതിനുള്ള മെഡിസിൻസ് ഒക്കെ ഞാൻ കുറച്ച് കൂടുതൽ തരാം, എന്നിട്ട് അവളുടെ കയ്യിൽ അവൾ എക്സ്ട്രാ 2 പാനഡോൾ ബോക്സസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ലീലയ്ക്ക് എന്തെങ്കിലും ഭാവിയിൽ ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട്, അപ്പോൾ അത് അവൾക്ക് കൊടുക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. സലാമ ആമിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആം ഇങ്ങനെ വീണ്ടും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സമർ നോർമലി ബ്രീത്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ സലാമ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ അവളുടെ ഉള്ളിലൂടെ പോകുന്നത് എൻ്റെ ബ്ലഡാണ്, അപ്പം ഞാനും അവളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പാർട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആമിന് ആ ഒരു ഇതില്ല, ആമിന് അവൾ പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് അയാൾക്ക്. സലാമയോട് പറയുന്നുണ്ട്, ഇനി കൂടുതലൊന്നും പറയണ്ട, നാളെ ഇനി വരുമ്പോൾ ഗോൾഡും ക്യാഷും ആയിട്ട് വന്നാൽ മതി. എന്നിട്ട് അവളിങ്ങനെ അയാൾ സലാമയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇത്രയും ഒരു ക്രൂക്കഡ് മൈൻഡ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കുത്തി പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവൾ മെഡിസിൻ റൂമിൽ പോകുന്നുണ്ട്. മെഡിസിൻ റൂമിൽ ചെന്നിട്ട് അവൾ പൊട്ടി കരയുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ സ്വന്തമായിട്ട് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഞാനൊരു കൊലപാതകയാണോ, ഞാൻ ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയോ. പിന്നെ അപ്പോൾ കൗഫ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ കൗഫ് ഇങ്ങനെ അവളോട് പറയുന്നുണ്ട്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇപ്പം നീ നോക്കുമ്പോൾ നിനക്ക് ആ ഒരു ബോട്ടും കിട്ടിയിട്ടുണ്ട്, ലൈലയും നീയും സേഫും ആകും, സമറിനെ രക്ഷിച്ചിട്ടുണ്ട്, നിനക്ക് ഓൾറെഡി അറിയായിരുന്നു സമറിനൊന്നും പറ്റത്തില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നീ ഒരു ജസ്റ്റ് ഒരു 1 മിനിറ്റാണ് നീ എക്സ്ട്രാ എടുത്തത്, അതൊന്നും അയാളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതിൽ നീ ഇങ്ങനെ ഒരുപാട് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കൗഫ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ടായിരുന്ന സമയത്ത് കെനാൻ സലാമയെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ എല്ലാം റെക്കോർഡ് ചെയ്തിട്ട്. അപ്പം കെനാൻ പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന്. അപ്പോൾ സലാമ പറയുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയും. അപ്പോൾ കെനാൻ അപ്പോൾ ഇങ്ങനെ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് സലാമ പറയുന്നുണ്ട് ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല കൂടെ വരാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. തിരിച്ചു പോകുമ്പോൾ സലാമ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ കെനാനോട് അവളൊന്നും പറയുന്നില്ല. അപ്പോൾ കെനാൻ ഇങ്ങനെ അവളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ അന്നത്തെ ദിവസം റെക്കോർഡ് ചെയ്തു കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടിങ്ങനെ നീ ആ കുഞ്ഞ് ഗേളിനെ അതായത് ആമിൻ്റെ മോളെ രക്ഷിക്കുന്നതൊക്കെ കണ്ടായിരുന്നു, അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി കാണും എന്നൊക്കെ പറയുമ്പോൾ സലാമയ്ക്ക് ഇതെല്ലാം ഭയങ്കര ഉള്ളിൽ ഒരു ടെൻഷൻ ആവുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ ആ ഒരു കുറ്റബോധമുണ്ട്, ഞാൻ ആ കുഞ്ഞിൻ്റെ ജീവൻ വെച്ച് കളിച്ചു, അവളൊരു ദുഷ്ടമായിട്ടുള്ളൊരു സ്ത്രീയാണ്, ഇങ്ങനെ അവളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഭയങ്കരമായിട്ടൊരു കുറ്റബോധമുണ്ട് അവൾക്ക്. വീടെത്താറാവുന്ന സമയത്ത് കെനാൻ പറയുന്നുണ്ട് ലൈലയ്ക്കും സലാമയ്ക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവനെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സലാമ ഇങ്ങനെ കെനാനോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് സിറിയ നിൽക്കണ്ട, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, ലാമയും യൂസുഫും അവരെയും ഇവിടെ നിർത്തിയാൽ അവർക്കും അപകടമാണ്, അവരെയും കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കെനാൻ അപ്പോൾ അതിനൊരു താല്പര്യമില്ല. കെനാൻ വീണ്ടും അവന് ആ ഒരു ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനുശേഷം സലാമ വീട്ടിലെത്തി. അപ്പോൾ ലൈലയുടെ ഇങ്ങനെ കാര്യം പറയുന്നുണ്ട് ആം സമ്മതിച്ചു എന്ന്. അപ്പോൾ ലൈല ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ഇത്ര പെട്ടെന്ന് അയാൾ സമ്മതിച്ചു, $2000 നമ്മളെ രണ്ടുപേരെയും കൂടി സമ്മതിച്ചോ, അത് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ആമിനോട് കുറേ റിക്വസ്റ്റ് ചെയ്തു നീ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയാൾ സമ്മതിച്ചാന്ന് പറയുന്നുണ്ട്. അവൾ ആ ഒരു സത്യം ലൈലയോട് പറയാൻ അവൾക്ക് മടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് സലാമ പറയുന്നുണ്ട് കെനാനുമായിട്ടാണ് അവൾ വന്നതെന്ന്. അപ്പോൾ ലൈല ചോദിക്കുന്നുണ്ട് നീ അത് പ്രൊസീഡ് ചെയ്തില്ലേന്ന്. അപ്പോൾ സലാമ പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ അതിനൊന്നുമുള്ള ഒരിതില്ല, ഈ ഒരു സാഹചര്യത്തിൽ ഒരു റൊമാൻസിനൊന്നുള്ള ഒരു സ്കോപ്പില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൈല പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും നിനക്ക് ഒരു ലവും കംഫർട്ടും കിട്ടുമെന്നുണ്ടെങ്കിൽ നിനക്കത് പ്രൊസീഡ് ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് ലൈല വീണ്ടും അവളെ കുറേ ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷം സലാമ റൂമിൽ എത്തുന്ന സമയത്ത് കൗഫ് വരുന്നുണ്ട്. കൗഫ് വന്ന സമയത്ത് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് നീ ആമിൻ്റെ അടുത്ത് പറഞ്ഞ എന്തായാലും നന്നായി എന്ന് പറയും. എന്നിട്ട് കെനാനുമായിട്ടുള്ളൊരു റിലേഷൻ നിനക്ക് നല്ലതല്ല, അത് പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് കൗഫ് പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ സലാമ പറയുന്നുണ്ട് ലൈല പറഞ്ഞു എനിക്ക് എന്താണ് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പോകണം. അപ്പോൾ ലൈല അത് സമ്മതിക്കുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് കൗഫ് പറയുന്നുണ്ട് ലൈല പറയുന്നതും കേട്ടിട്ട് പോകണ്ട, കാരണം ലൈലയുടെ സന്തോഷം എന്തായിരുന്നു എന്ന് നീ ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് കൗഫ് ഇങ്ങനെ സ്നാപ്പ് ചെയ്തിട്ട് പഴയ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ഒരു ലൈലയുടെയും ഹംസയുടെയും കല്യാണം നടക്കുന്നതും അപ്പോൾ ആ സമയത്തുള്ള എല്ലാവരുടെയും ഭയങ്കര സന്തോഷവും ആ ഒരു ആഘോഷമൊക്കെ കാണുന്നുണ്ട്. അതിനിടയിലാണ് ഈ കെനാൻ്റെ ഉമ്മ സലാമയെ കാണുന്നതും അവിടെ വെച്ചിട്ട് കെനാൻ്റെ ഉമ്മയ്ക്ക് സലാമ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കല്യാണം പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിങ്ങനെ സലാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കൗഫ് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്നാപ്പ് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ആ ഒരു ഹംസ പിടിച്ചുകൊണ്ട് പോകുന്നതും ലൈല കിടന്ന് കരയുന്നതും ലൈല പിന്നീട് ഡിപ്രസ്ഡ് ആയതും പിന്നെ ഇപ്പോൾ ലൈല ഒരുവിധം ഓക്കെ ആയി വന്നതാണ്. അപ്പോൾ അവളിങ്ങനെ പറയുന്നത് ഇവിടെ നിന്നാൽ ഇത് തന്നെ ആയിരിക്കും നിനക്ക് സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു ഹാപ്പിനെസ് ഒന്നും ലൈഫിൽ ഉണ്ടാവത്തില്ല, അപ്പം അതുകൊണ്ട് ലൈല പറയുന്നതും കേട്ടിട്ട് ഇത് പ്രൊസീഡ് ചെയ്യാൻ പോകണ്ടെന്ന് കൗഫ് അവളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഒന്നും കൂടി പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ മൊത്തം നീ സമറിനോട് ചെയ്ത കാര്യം ഇങ്ങനെ നിന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഇവിടുന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് നിനക്ക് മനസ്സിനും അത് തന്നെയാണ് നല്ലതെന്ന് കൗഫ് സലാമയോട് പറയുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ സലാമ ആമിന് ഒരു $500 അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ട് എപ്പോൾ വരുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് 4 weeks കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ സലാമ പറയുന്നുണ്ട് ലൈല ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്, 7 months ആണ്, അപ്പോൾ ഇനി 8 months ആകും, ഡെലിവറി ഡേറ്റ് ഒക്കെ അടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ വരത്തില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ആം പറയുന്നുണ്ട് അതങ്ങനെ നമ്മൾ പറയുന്ന സമയത്തൊന്നുമല്ല ബോട്ട് വരുന്നത്, അവർ സർവീസ് നടത്തുന്നത് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടാണ്, അപ്പോൾ അത് വെച്ചിട്ട് 4 weeks കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം സലാമ കെനാൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്നൊരു ബോട്ട് ഇറ്റലിക്ക് പോകുന്നുണ്ട്, നിങ്ങൾ 3 പേരും കൂടി വരാൻ പറയുന്നുണ്ട്. അപ്പോൾ കെനാൻ പറയുന്നുണ്ട് അവൻ വരുന്നില്ല, പക്ഷേ ലാമ യൂസുഫിനെയും ജർമ്മനിയിലുള്ള അങ്കിളിൻ്റെ അടുത്തോട്ടൊന്ന് എത്തിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സലാമ അത് സമ്മതിച്ചിട്ട് ആമിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് 2 കുട്ടികളും കൂടി വരുന്നുണ്ട്, അപ്പോൾ അവർ ചെറിയ കുട്ടികളായതുകൊണ്ട് ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ബോട്ടിൽ, അപ്പോൾ ഒരു $1000 രണ്ടുപേർക്കും അതായത് $2000 തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആം ഇനി ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ആം ഇതുപോലെ പറയുന്നുണ്ട് ഇനി വീണ്ടും ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് വരാനാണെങ്കിൽ എൻ്റെ അടുത്ത് കൂടുതൽ കളിച്ചാൽ ഞാൻ ബോട്ട് പോകുന്ന സമയത്ത് നിൻ്റെ സിസ്റ്റർ ലൈലയെ ഞാൻ പിടിച്ച് മിലിറ്ററിക്കാർക്ക് കൊടുക്കും,
അതെന്നെ കൊണ്ട് ചെയ്യിക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു ഭീഷണി അയാൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ സലാമ ആ സമയത്ത് അയാളോട് തിരിച്ചൊന്നും പറയുന്നില്ല. കാരണം അയാളെ ദേഷ്യം പിടിപ്പിച്ചാൽ അയാളിനി ബോട്ട് തരാതിരിക്കും, അവർക്ക് പോകാനൊരു വഴിയില്ലാതാകും. അപ്പോൾ സലാമ പറയുന്നുണ്ട് ഓക്കെ ഇനിയില്ല, ഇതുകൂടെ ഉള്ളൂ, ലാസ്റ്റ് കുട്ടികളെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ പറയുന്നുണ്ട് ഓക്കെ പൈസ കൊണ്ട് തരണമെന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം സലാമയും കെനാനും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഇവർ ഒന്നിച്ചിങ്ങനെ പോകുന്നു വരുന്നു, അവർ മീറ്റ് ചെയ്യാറുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പക്ഷെ അവരത് തുറന്ന് പറയുന്നൊന്നുമില്ല. കാര്യം കെനാൻ ഇവിടെ തന്നെ നിൽക്കുവാണ്, സലാമ ഇവിടെ നിന്ന് പോകുവാണ്. അപ്പോൾ ഇത് പ്രൊസീഡ് ചെയ്താലും രണ്ടുപേർക്കും അതൊരു ഹാർട്ട് ബ്രേക്കിലോട്ട് പോകുന്നതുകൊണ്ട് അവരത് ഉള്ളിൽ തന്നെ വെക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സാധനമൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് വെക്കുക, ബോട്ടൊക്കെ വരാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ സലാമ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സമ്മറിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും സമ്മർ ഓക്കെയാണ്, വേറെ പേഴ്സണൽ കാര്യങ്ങളിലോട്ടൊന്നും തിരക്കേണ്ട കാര്യമില്ല, ഇത് ബിസിനസ്സാണ്. ഇനി കൂടുതൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇനി സമ്മറിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തതിന് മാപ്പൊന്നും ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും ഇങ്ങനെ സലാമയെ ആ സെയിം കാര്യം തന്നെ പറഞ്ഞ് അയാൾ കുത്തുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം സലാമ ഭയങ്കര ഡെസ്പായിരുന്നു. അതിൻ്റെ കൂടെ ആ ഒരു അന്നത്തെ അറ്റാക്കിൽ വന്ന ഒരു 2-3 കുഞ്ഞുങ്ങളെ അവൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ അവൾക്ക് ഈ കെനാനെ വിട്ട് പോകുന്നതിൻ്റെ ടെൻഷൻ എല്ലാം കൂടി അവൾ അന്നത്തെ ദിവസം നേരത്തെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ലൈലയുടെ അടുത്ത് ചെന്നിട്ട് അവളിങ്ങനെ കുറേ ഇങ്ങനെ കരയുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ലൈല ചോദിക്കുന്ന സമയത്ത് സലാമ പറയുന്നുണ്ട് എനിക്ക് കെനാനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കെനാൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് എനിക്കത് അതിൻ്റെ ഒരു വിഷമമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൈല പറയുന്നുണ്ട് നീ ഇതുവരെ അത് പ്രൊസീഡ് ചെയ്തില്ലേ, ശരിക്കും ഞാൻ അന്നേ പറഞ്ഞല്ലേ പോകുന്നിടത്തോളം കാലം നിനക്ക് കുറച്ച് നാൾ ആ ഒരു നിനക്ക് എന്താണോ നിൻ്റെ സന്തോഷം, നിൻ്റെയൊക്കെ മൈൻഡിൽ എന്താണോ തോന്നുന്നത് അത് ചെയ്യാമെന്ന് വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ കെനാൻ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ കെനാൻ പുറത്ത് വന്ന് വിളിക്കുന്ന സമയത്ത് ലൈല സലാമയും ലൈലയും ചെല്ലുന്നുണ്ട്. അപ്പോൾ ലൈല അകത്ത് നിൽക്കുകയാണ്. അപ്പോൾ സലാമയും കെനാനും കൂടി വെളിയിൽ നിന്ന് സംസാരിക്കുന്നത് ലൈല കേൾക്കുന്നു. അപ്പോൾ കെനാൻ ചോദിക്കുന്നു എൻ്റെ കൂടെ നീ എന്ത് പറ്റി, ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് വന്നല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ലൈല ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ വളരെ ലൈല ഓക്കെയാണ്, എനിക്കിന്ന് കുറച്ച് ബാഡ് ഡേ ആയിരുന്നു അതുകൊണ്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കെനാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് പുറത്ത് നടക്കാൻ വരുമെന്ന്. അങ്ങനെ അവളിങ്ങനെ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന സമയത്ത് ലൈല പറയുന്നുണ്ട് നീ ചെല്ല്, ഈ നല്ല ഒരു അവസരമാണ്, അവൻ്റെ കൂടെ ചെല്ലാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ സലാമയും കെനാനും കൂടി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ സലാമയും കെനാനും കൂടി കുറച്ചു നേരം പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കെനാൻ അവളെ അവൻ്റെ പഴയ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. ആക്ച്വലി വീടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സലാമയും കൊണ്ട് കെനാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ വീട്ടിൽ അവൻ്റെ പഴയ കഥകളും അവിടെ അവൻ താമസിച്ചിരുന്നതും അതൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇരുന്ന് അവർ ഒരു സൺസെറ്റൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ലെമൺ ട്രീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ബുക്കിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ സിറിയയിൽ കുറേ ലെമൺ ട്രീസ് ഉണ്ട്. അപ്പോൾ അവൻ്റെ ആ വീട്ടിൽ കുറച്ച് ലെമൺ ട്രീസ് ഉണ്ടായിരുന്നതും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ അവൻ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റ് അതും ലെമണിൻ്റെ ആണ്. അപ്പോൾ അത് ഇടയ്ക്ക് സലാമ ഇങ്ങനെ ചോദിക്കാറുണ്ട് നിനക്ക് ഈ ഒരു ലെമണിൻ്റെ സ്മെല്ലാണല്ലോ ഇത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് അവൻ്റെ അച്ഛൻ യൂസ് ചെയ്തിരുന്നതാണത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ലെമൺ ട്രീസിൻ്റെ റെഫറൻസ് ഈ ബുക്കിൽ വരുന്നുണ്ട്. അങ്ങനെ 18 days കഴിഞ്ഞു പറഞ്ഞത് വെച്ചിട്ട്. അപ്പോൾ ഇനി 10 more days കൂടി ഉള്ളൂ അവർ അവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ ഒരു ദിവസം കെനാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ കിഡ്സിനെയൊക്കെ കണ്ടിട്ട് അവൻ ഒരുപാട് ഒരു ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അവന് കുറച്ച് ടെൻഷനൊക്കെ ആവുന്നുണ്ട് അവർ പോകുന്നതും ഇനി അതായത് ലാമ ആൻഡ് യൂസഫ് കൂടെ പോകുന്നതും. അപ്പോൾ സലാമ പറയുന്നുണ്ട് അവൾക്ക് യാതൊരു ഉറപ്പുമില്ല, ഈ 2 പിള്ളേരെയും കൊണ്ട് പോയിട്ട് എന്താവും എന്നറിയില്ല, ഇവരുടെ കൂടെ ആരും ഒരു കൂട്ടിനില്ലല്ലോ, അവൾക്ക് കൂടെ ഉള്ളതെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലൈല മാത്രമാണ്. പിന്നെ ഈ 2 പിള്ളേരും സലാമയും അവർക്ക് എത്രത്തോളം ആരും ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നറിയില്ല എന്നൊക്കെ അവളിങ്ങനെ കെനാനോട് പറയുന്നുണ്ട്. കെനാൻ എങ്ങനെയെങ്കിലും കൂടെ വരട്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ അന്നത്തെ ദിവസം ഡോക്ടർ സിയാദ് സലാമ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു സോൾജിയർ വന്നിട്ടുണ്ടായിരുന്നു, അത് ഇഞ്ചേർഡ് ആയിട്ട്. അപ്പോൾ അയാളോട് ഇങ്ങനെ സംസാരിച്ച ടൈമിൽ ഇവർ ഈ പിടിച്ചിട്ട് പോയ ആൾക്കാരുണ്ടല്ലോ, അതായത് സലാമയുടെ വാപ്പ സലാമയുടെ ബ്രദറിനെയൊക്കെ അവർ പിടിച്ചിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഈ ഒരു ഡോക്ടർ ഇങ്ങനെ തിരക്കിയ സമയത്ത് അതിൽ ഹംസ ജീവിച്ചിരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന സലാമ ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ അവളുടെ വാപ്പ മരിച്ചുപോയി, ഹംസ സ്റ്റിൽ അവിടെ ഒരു ജയിലിലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ട് അവളിങ്ങനെ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് അവൾ കെനാനെ കാണുന്നുണ്ട്. അപ്പോൾ കെനാൻ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ലൈലയെ കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ സലാമയുമായിട്ട്
ലൈലയുടെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് സലാമ ഇങ്ങനെ കെനാനോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇതുപോലെ ഹംസ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ നിൽക്കുന്നത് ഒരു ജയിലിൻ്റെ പേര് പറയുന്നുണ്ട്, അവിടെ ഭയങ്കര ടോർച്ചറാണ്, ഇത് തന്നെ നിനക്കും വരും, നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ. ഇപ്പം അപ്പോൾ അവൻ 1-2 വീഡിയോസൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അവൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്നാലും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല, നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് നമുക്ക് ഇവിടുന്ന് പോവാം, എൻ്റെ കൂടെ വാ, ഹംസയെ പോലെ നീയും ആകും, എനിക്കതൊന്നും സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കരയുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയാലും ഇപ്പം യൂറോപ്യൻ കൺട്രീസിലോട്ട് എത്തിക്കഴിഞ്ഞാലും ഇവിടുന്ന് ഇങ്ങനെ ഈ കുടിയേറി ചെല്ലുന്നവർക്കൊക്കെ എന്താവും അവസ്ഥ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവിടെയും നമുക്ക് അവിടെ ഉള്ളവർ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നവരെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കുറേ കെനാനോട് പറയുന്നുണ്ട്. അപ്പോൾ കെനാനും അതൊക്കെ കേൾക്കുമ്പോൾ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ വീട്ടിലെത്തുന്നു, ലൈലയെ കാണുന്നു. അപ്പോൾ ലൈലയുടെ അടുത്ത് ചെന്നിട്ട് സലാമ ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഹംസ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ലൈല അത് കേട്ട് കരയുന്നുണ്ടെങ്കിലും ലൈല പറയുന്നത് നമ്മളത് അപ്പോൾ ഇനി ഹംസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാം, കുഞ്ഞിനെയെങ്കിലും നമുക്ക് സേഫ് ആക്കാം. ഹംസ അവിടെ ഉണ്ടെങ്കിലും അവൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇനി ഡൗൺ ആവേണ്ട, നമ്മൾ എന്താണോ തീരുമാനിച്ചത് അതിന് തന്നെ പോകാം. കാരണം ഹംസയെ നമുക്ക് ഒരിക്കലും രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഡൗൺ ആവാൻ നിന്നാൽ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റത്തില്ല. അപ്പം അത് വേണ്ട, നമ്മൾ എന്താണോ ചെയ്യാൻ നിന്നത് അതുപോലെ തന്നെ നമുക്ക് ബോട്ടും വരാറായി, ഇവിടുന്ന് പോവാം, ബാക്കിയൊക്കെ നമുക്ക് വിധിക്ക് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ലൈല സലാമയെ വീണ്ടും ഒന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം കെനാൻ വന്നിട്ട് സലാമയോട് പറയുന്നുണ്ട്, നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്കൊരു കുറ്റബോധം തോന്നി, അതുപോലെ തന്നെ അവൻ്റെ ഉമ്മയും വാപ്പായൊന്നും അവനോട് പൊറുക്കത്തില്ല, ആ ഒരു ലാമയും യൂസുഫിനെയും ഇവിടെ നിർത്തിയാലും ഇവിടുന്ന് അവൻ ഒറ്റയ്ക്ക് വിട്ടാലും അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് സലാമയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സലാമ ആമിനോട് പറയുന്നുണ്ട് കെനാനും കൂടി വരുന്നുണ്ട്, കുറച്ചുകൂടി പൈസ എക്സ്ട്രാ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആമിൻ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ ആളിനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല, പക്ഷേ അവസാനം അവൾ പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ സിയാദ് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് വന്നിട്ട് സലാമയോടും നൂറിനോടും പറയുന്നുണ്ട്, ഒരു വലിയ പ്രശ്നമുണ്ട്, ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് അവർ ഈ ഒരു വെടിവെക്കലും ബോംബിടലും ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്, അവർ കുറച്ചുകൂടി സിവിയർ ആയിട്ട് കെമിക്കൽ അറ്റാക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പം വിത്തിൻ സെക്കൻഡ്സ് ആ ഒരു എന്തോ ഗ്യാസാണ്, സരീൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാസ്, അതവർ ഇൻഹെയിൽ ചെയ്ത് സ്പോട്ടിൽ മരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേഷ്യൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കണം എന്ന് ഡോക്ടർ സിയാദ് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ സിയാദ് പറയുന്നുണ്ട് അടുത്തത് നമ്മുടെ ഹോസ്പിറ്റലിലായിരിക്കും, ഇപ്പം എല്ലാവരും സേഫായിട്ട് നിൽക്കുക, ആരും പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൈലയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്, സലാമയ്ക്ക് ലൈലയെക്കുറിച്ച് ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഇനി ലൈലയ്ക്ക് എന്തെങ്കിലും പറ്റി കാണുമോ, ആ ഒരു വീട്, കാരണം ഇവർ വീട് കയറി ആക്രമിക്കുന്നു, അങ്ങനെ അവിടെ കുറച്ചുകൂടി രൂക്ഷമായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പെട്ടെന്ന് കെനാൻ വരുന്നുണ്ട്. അപ്പോൾ കെനാനോട് അവൾ ചോദിക്കുന്നുണ്ട് ലാമ യൂസുഫ് ഓക്കെ ആണോ ചോദിക്കുന്ന സമയത്ത് അവർ ഓക്കെയാണ്, സലാമ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് കെനാൻ വന്നതാണ്. ഇതിൽ കെനാൻ്റെ ബ്രദർ യൂസുഫിന് ആക്ച്വലി സംസാരിക്കാൻ പറ്റില്ലാത്തതല്ല, അവൻ ഈ യുദ്ധമൊക്കെ ഫേസ് ചെയ്ത് അതിന് മുന്നേ വരെ അവനൊരു നോർമൽ കുട്ടിയായിരുന്നു. പക്ഷേ യുദ്ധത്തിൽ അവൻ്റെ ഉമ്മയും വാപ്പയൊക്കെ മരിക്കുന്ന കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഷോക്കിൽ അതിനുശേഷം അവൻ ആ ഒരു ട്രോമ അവനെ വിട്ടു പോയിട്ടില്ല. അപ്പോൾ അതിനുശേഷം അവൻ ആരോട് സംസാരിക്കാറില്ല, കെനാനോട് സംസാരിക്കാറില്ല. ഈ സലാമ ഇതിനിടയിൽ അവനോടൊക്കെ ഒരുപാട് മിങ്കിൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവനങ്ങനെ അടുക്കാറില്ല. അപ്പോൾ കെനാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ ജർമ്മനിയിലൊക്കെ എത്തിപ്പെടുവാണെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവനെ അവർ പഴയ പോലെ ആക്കണം, എന്തെങ്കിലും ചെയ്യണം എന്ന് കെനാൻ സലാമയോട് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സലാമയും കെനാനും കൂടി സംസാരിക്കുമ്പോൾ കെനാൻ ഇങ്ങനെ ഭയങ്കര വിഷമമുണ്ട് ഇവിടുന്ന് സിറിയയിൽ നിന്ന് പോകുന്നതിൻ്റെ. അപ്പം സലാമ പറയുന്നുണ്ട് എല്ലാം ഓക്കെ ആകുവാണെങ്കിൽ നമുക്ക് തിരിച്ചു വീണ്ടും സിറിയയിൽ വന്ന് സെറ്റിലാവാം, ഒരു വീടൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. എന്നിട്ട് അവരിങ്ങനെ ആ വീട്ടിൽ ലെമൺ ട്രീസ് വളർത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ നാളെ, അതായത് നെക്സ്റ്റ് ഡേ അവിടുത്തെ ഈ റവല്യൂഷൻ തുടങ്ങിയതിൻ്റെ ഒരു ആനിവേഴ്സറിയാണ്. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഫ്രീ സിറിയൻ ആർമി. അപ്പോൾ അവിടെ ഇവർ രണ്ടുപേരും പോകണമെന്ന് പറയുന്നുണ്ട്. സലാമ പറയുന്നുണ്ട് എനിക്ക് പോകണം, അപ്പോൾ കെനാനും പോകണമെന്നാണ്. അങ്ങനെ അത് വീട്ടിൽ ചെന്ന് ലൈലയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലൈല പറയുന്നുണ്ട് പോകുന്നത് ഓക്കെ, പക്ഷേ സേഫായിട്ടിരിക്കണം, റിസ്ക് ആണ്, കാരണം ഇവരിങ്ങനെ ഈ അറ്റാക്ക് കുറച്ചുകൂടി ഒരു ക്രൂഷ്യലായതുകൊണ്ട് എന്ത് സംഭവിക്കാം. അപ്പോൾ കെനാൻ വീട്ടിൽ ചെന്നിട്ട് യൂസുഫിനോടും
ലാമയോടും പറയുന്നുണ്ട് ലൈലയുടെ സ്ഥലം എവിടാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇൻ കേസ് ഇവർക്ക് എന്തെങ്കിലും പറ്റിയാൽ പിള്ളേർ ലൈലയെടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈലയെടുത്തും സലാമ പറയുന്നുണ്ട് സേഫായിട്ടിരിക്കണം. അപ്പോൾ കെനാനും സലാമയും അടുത്ത ദിവസം അങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും പോകുന്നതിൻ്റെ കൂടെ തന്നെ അവർ തമ്മിലും പറയുന്നുണ്ട് ഇപ്പം സലാമയ്ക്ക് എന്തെങ്കിലും പറ്റിയാലും കെനാനോട് രക്ഷപ്പെടണം, കെനാൻ എന്തെങ്കിലും പറ്റിയാലും സലാമയെ രക്ഷപ്പെടാൻ ശ്രമിക്കണം. കാരണം ഇനി എന്താകും എന്നറിയില്ല. അങ്ങനെ അവർ ആ ഒരു പരിപാടിക്ക് പോകുവാണ്. നിന്റെ തലേദിവസം രാത്രിയിൽ കൗഫ് ഇങ്ങനെ സലാമയോട് പറയുന്നുണ്ട് ഇത് പോകണ്ട, പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് വളരെ റിസ്ക് ആണെന്ന് പറയുമ്പോൾ സലാമ പറയുന്നുണ്ട് എനിക്ക് പോകണം, ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ സിറിയയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു FSA ഫ്രീ സിറിയൻ ആർമി എന്ന് പറയുന്ന അവർ ഈ ഒരു സിറിയയെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ അതിൽ പോകണം, പങ്കെടുക്കണം എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. അപ്പോൾ കൗഫ് പറയുന്നുണ്ട് ഞാൻ ഇതിൽ പോയി കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ ഒരു വേസ്റ്റ് കേസ് എന്താണെന്ന് ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സലാമ പറയുന്നുണ്ട് കാണിക്കാൻ. അപ്പോൾ അവൻ കൗഫ് ഇങ്ങനെ സ്നാപ്പ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ കെനാൻ എന്തെങ്കിലും പറ്റുന്നതും യൂസുഫിനും ലാമയ്ക്കും ഓരോന്ന് പറ്റുന്നതും ലൈല സഫർ ചെയ്യുന്നതും എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അവൾ എന്നിട്ടും ധൈര്യമായിട്ട് പോകാൻ തന്നെ നിൽക്കുകയാണ്. അവർ ആ പ്രോഗ്രാമിന് പോകുന്ന വഴിക്ക് സലാമ പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ലൈലയെ നോക്കിക്കോണം. അപ്പോൾ തിരിച്ച് കെനാനും പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ യൂസുഫിനെയും ലാമയും കൂടി നീ നോക്കണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. അപ്പോൾ കെനാൻ ഇതെല്ലാം അവൻ എപ്പോഴും ഒരു ക്യാമറയും കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അവൻ അവിടെ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതിന് കുറേ കഴിഞ്ഞ് വൈകിട്ടാകുന്ന സമയത്ത് അവിടെ ആ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ അടുത്തൊരു സ്ഥലത്ത് ബോംബിടുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർ സലാമയും കെനാനും ഒന്നിച്ച് തന്നെയാണ് ഓടുന്നത്. അങ്ങനെ അവർ അവസാനം ഒരുപാട് ഓടിയിട്ട് അവർ എത്തുന്നത് സലാമയുടെ പഴയ വീടിനടുത്താണ് എത്തുന്നത്. അപ്പോഴത്തേക്ക് അവർ അവിടെ നിന്ന് കുറച്ച് ദൂരെയായി. അങ്ങനെ അവിടെ അവർ ഒരുവിധം സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഏകദേശം രാത്രിയായി. അങ്ങനെ സലാമയും കെനാനും സലാമയുടെ പഴയ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അങ്ങനെ അവരവിടെ രാത്രി കുറച്ചു നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ സലാമ ഇങ്ങനെ കെനാനോട് പറയുന്നുണ്ട്, അവനിങ്ങനെ ക്യാമറ എടുത്ത് ഈ വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് ഇത് നിർത്ത്, റിസ്ക് ആണ്, ഇങ്ങനെ ഇനിയും ഇത് റെക്കോർഡ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്യാൻ നിന്നാൽ ഇനി ഒന്നാമത് പോവാൻ കുറച്ച് 2-3 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അവർ ട്രേസ് ചെയ്ത് നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കെനാൻ അപ്പം പറയുന്നുണ്ട് ഇല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇതാണ്, എനിക്കിത് ചെയ്യണം എന്നാണെന്ന് പറയുമ്പോൾ സലാമ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് എനിക്കിഷ്ടമല്ല, ഇത് നിർത്തണം, നിന്നെ അവർ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കെനാൻ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ എൻ്റെ കാര്യത്തിൽ ഇത്രയും കിടന്ന് ഇടപെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് നിൻ്റെ കാര്യം മാത്രമല്ല ലാമയുടെ യൂസുഫിൻ്റെ കാര്യം എന്താവും നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ന് പറയുന്ന സമയത്ത് അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് എൻ്റെ ലൈഫ് എൻ്റെ ഫാമിലി, അതിൽ നിനക്കെന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് അവളിങ്ങനെ നിൻ്റെ ലൈഫോ, നിനക്ക് എന്തെങ്കിലും വന്നാൽ എനിക്കൊന്നും ഇല്ലെന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്നെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രമാണോ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സലാമ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, യു മെയ്ഡ് മീ ഫോൾ ഇൻ ലവ് വിത്ത് യു എന്ന് പറയുന്നുണ്ട്. അവൾ കൺഫസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനും പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ ഓൾറെഡി ഇന്ന് നിന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പോക്കറ്റിൽ നിന്ന് ഒരു റിങ് എടുത്തിട്ട് അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു. അവൻ്റെ ഉമ്മയുടെ റിങ് ആയിരുന്നു. അങ്ങനെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവനിങ്ങനെ ചോദിക്കുന്നുണ്ട് വിൽ യു മാരി മീ ആൻഡ് ഷീ സെഡ് യെസ്. അങ്ങനെ അതിനുശേഷം അവർ കുറച്ചു നേരം കൂടി സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറിയയിൽ തിരിച്ചു വന്നിട്ട് അവർക്ക് ഒന്നിച്ച് പറ്റുമെങ്കിൽ ഒരു വീടൊക്കെ വെച്ചിട്ട് അവർക്കൊന്നിച്ച് താമസിക്കണം, ഒരുപാട് ലെമൺ ട്രീസ് വളർത്തണം, അങ്ങനെ അവർ കുറേ സ്വപ്നങ്ങൾ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സലാമ പെട്ടെന്ന് പറയും നമുക്ക് ഇന്ന് തന്നെ കല്യാണം കഴിക്കാം, എന്തായാലും നമ്മുടെ ലൈഫിൻ്റെ ഒരു നല്ല ഒരു തുടക്കം സിറിയയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, എനിക്കതാണ് ആഗ്രഹം എന്ന് പറയുന്ന സമയത്ത് അവൻ ചോദിക്കുക ഇന്ന് തന്നെയോ, നമുക്ക് എന്തെങ്കിലും നീ ലൈലയെടുത്ത് പോയി ചോദിച്ചിട്ട് വാ എന്ന് പറയും. അപ്പോൾ അവൾ അങ്ങനെ അവൾ പറയും ലൈലയെടുത്ത് ചോദിച്ചാൽ ലൈലയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അപ്പോൾ ഞാൻ ലൈലയെ കൂട്ടിയിട്ട് വരാം, നീ പോയി ലാമയും യൂസുഫിനെയും കൂട്ടിയിട്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, അവിടെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, എന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് കല്യാണം നടത്താം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സലാമ ലൈലയുടെ അടുത്തോട്ട് പോകുന്നു. കെനാൻ യൂസുഫിനെ ലാമയും വിളിക്കാൻ പോകുന്നു. അങ്ങനെ സലാമ ലൈലയുടെ അടുത്ത് എത്തിയിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറയുമ്പോൾ ലൈലയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇതുപോലെ ഇന്ന് തന്നെ കല്യാണം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ലൈല വരണമെന്ന് പറയുന്ന സമയത്ത് ലൈല പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം നല്ല രാത്രിയിൽ പോയപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് അത്ര നടക്കാൻ വയ്യ, നീ പോയിട്ട് പോയി എൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട്, പോയിട്ട് നിങ്ങൾ തിരിച്ചിങ്ങോട്ട് പോവാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ലൈല ഇല്ലാതെ പറ്റത്തില്ല, നമുക്ക് നാളത്തേക്കാക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ജർമ്മനിയിൽ പോയിട്ടാക്കാം എന്ന് പറയും. അപ്പോൾ ലൈല പറയുന്നുണ്ട് അങ്ങനെ ഒന്നും
പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നാളെ എന്ത് നടക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഇന്ന് എന്താണോ തീരുമാനിച്ചത് അത് തന്നെ നടക്കട്ടെ, കുഴപ്പമില്ല, നീ പോയിട്ട് വരാൻ പറയും. അങ്ങനെ സലാമ പിന്നെ മടിച്ച് നിൽക്കുമ്പോൾ ലൈല പിന്നെ അവളെ ഫോഴ്സ് ചെയ്തിട്ട് വിടുന്നുണ്ട്. അപ്പോൾ ആര് നിക്കാഹ് നടത്തുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഡോക്ടർ സിയാദിനെ കൊണ്ട് അത് നടത്താമെന്ന്. അപ്പം ലൈലയും പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ്, അതാകുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാരും ഉണ്ട്, അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് അവരുടെ ഒരു സാക്ഷികളായിട്ട് അവരും ഉണ്ട്, അങ്ങനെ കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ട് സലാമ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് കെനാൻ അവിടെ ലാമയും യൂസഫുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ ഡോക്ടർ സിയാദിനോട് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ സിയാദിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ നിങ്ങൾ തമ്മിൽ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? അപ്പോൾ അവർ പറയുന്നുണ്ട് അതൊരു വലിയ കഥയാണ് എന്ന്. അപ്പോൾ നൂറും ആ സമയത്ത് പറയുന്നുണ്ട് എനിക്ക് നേരത്തെ അറിയായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു അവിടെയുള്ള പേഷ്യൻസിൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവരുടെ ആ ഒരു കല്യാണം നടക്കുന്നുണ്ട്. ലൈല സലാമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കല്യാണത്തിന് ശേഷം കെനാനും ലാമയും യൂസഫും ഇവരുടെ വീട്ടിലോട്ട് താമസം മാറാൻ പറയണം. ഇനിയിപ്പോൾ എന്തായാലും പോകാൻ 2 ദിവസം കൂടിയേ ഉള്ളൂ, എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം, അതാണ് സേഫ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കെനാനും അവളോട് പറയുന്നുണ്ട് ഇനി അവൻ ക്യാമറ ഈ വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ നടക്കില്ല, അവനും ആരും അവനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് അവനായിട്ട് ചെയ്യത്തില്ല, എല്ലാവരും സേഫായിട്ട് നിൽക്കാൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലോട്ട് പോന്നു. അങ്ങനെ സലാമയും കെനാനും കുട്ടികളും വീട്ടിലെത്തി. അപ്പോൾ സലാമ അകത്ത് കയറി ലൈലയോട് സംസാരിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരമായിട്ടും കാണാത്തത് കൊണ്ട് കെനാൻ അകത്തോട്ട് സലാമ എന്ന് വിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ലൈല പറയുന്നുണ്ട് ഞാൻ ഷോൾ ഇട്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ സലാമ പറയും ഏതെങ്കിലും ഒരു ഷോൾ ഇടാൻ പറയുന്നു. അപ്പോഴത്തേക്ക് കെനാൻ വീണ്ടും സലാമ എന്ന് വിളിച്ചിട്ട് അകത്തോട്ട് കയറി എത്തുന്നുണ്ട്. പെട്ടെന്ന് സലാമ ലൈലയുടെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ്, ലൈലയെ കാണണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ കെനാൻ അകത്ത് കയറിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ലൈല ഇവിടെ കുറേ നേരമായല്ലോ, നീ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ലൈലയെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ പുറകിലുണ്ട് ലൈല ഇതുപോലെ ഷോൾ ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ ചോദിക്കുന്നുണ്ട് സലാമ നീ എന്തോ പറയുന്നത്, കുറച്ചു നേരമായിട്ട് നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. എന്നിട്ട് അവനിങ്ങനെ അവിടോട്ട് നോക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട് ലൈല ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ കെനാൻ കൗച്ചിലോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവിടെ ആരുമില്ല സലാമ, നീ ഒറ്റയ്ക്കാണ്, ലൈല ഇവിടെ ഇല്ല, നീ കുറേ നേരമായിട്ട് നീ ഇവിടെ ഒറ്റയ്ക്കാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് സലാമ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. സലാമ ചോദിക്കുന്നുണ്ട് നിനക്ക് കാണുന്നില്ലേ കൗച്ചിൽ ലൈല ഇരിപ്പുണ്ട്, അവൾ ഇട്ടേക്കുന്ന ബ്ലൂ ഡ്രസ്സാണ്, എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ലൈലയെ കാണാൻ പറ്റുന്നുണ്ട്, നിനക്ക് കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കെനാൻ അവളെ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇല്ല ഇവിടെ ആരുമില്ല, ലൈല ഇല്ല എന്നൊരു സത്യം അവളോട് പറയുന്നുണ്ട്. ശരിക്കും ഇത് ഈ ഒരു മൊമെന്റിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലൈല ഓൾസോ സലാമയുടെ ഒരു ഹാലൂസിനേഷൻ മാത്രമാണ്, ലൈല ഇപ്പോൾ അവളുടെ കൂടെ ഇല്ല, ലൈല മുന്നേ മരണപ്പെട്ടു പോയി. കൗഫിന്റെ പോലെ തന്നെ സലാമയുടെ ഒരു തോന്നലാണ് ലൈല അവളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഞാൻ ശരിക്കും ആ ഒരു കെനാൻ പറയുന്ന ആ ഒരു ലൈൻ ഉണ്ട് ഇവിടെ ആരും ഇല്ല, ലൈല ഇല്ല, നീ ഒറ്റയ്ക്കാണെന്ന് പറയുന്ന ആ ഒരു അത് വായിച്ചിട്ട് ഞാൻ ശരിക്കും എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ബുക്ക് അടച്ചിട്ട് കുറേ നേരം അതിന് ശേഷമാണ് പിന്നെ കുറേ കഴിഞ്ഞ ശേഷമാണ് എനിക്ക് അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. അതായത് ശരിക്കും ലൈല ഇല്ല, ലൈല അതിന് മുന്നേ അപ്പോൾ അതിനുശേഷം ലൈല സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ലൈല അപ്പോൾ ഇങ്ങനെ അവളോട് പറയുന്നുണ്ട് സോറി സലാമ ഞാൻ ശരിക്കും ഇല്ല, ഞാൻ ഇപ്പം ആകെ ഉള്ളത് നിൻ്റെ ഉള്ളിൽ മാത്രമാണ്, ഞാൻ നിനക്ക് മറന്നുപോയോ ലാസ്റ്റ് ഒക്ടോബറിൽ അവളിങ്ങനെ പുറത്തു പോയ ടൈമിൽ ഒരാൾ വെടി വെച്ചിട്ട് ലൈലയെ കൊല്ലുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവൾ ആരൊക്കെയോ വീട്ടിലെത്തിച്ചെങ്കിലും വീടിന് ഫ്രണ്ടിൽ വെച്ചിട്ട് ലൈല മരിച്ചു പോയിട്ടുണ്ട്. ആ സമയത്ത് സലാമ ഓൾറെഡി ഇഞ്ചേർഡ് ആയിട്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ സലാമ ഇത് കണ്ടിട്ടില്ല, സലാമ ഇത് അറിയുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ സലാമ എണീക്കുമ്പോൾ സലാമ കാണുന്നത് ബെഡിൻ്റെ സൈഡിൽ ലൈല അവളെ നോക്കിയിരിക്കുന്നതായിട്ടാണ്. അപ്പം സലാമ തന്നെ പറയുന്നുണ്ട് ശരിക്കും ഞാനത് മറന്നുപോയി, ലൈല മരിച്ചെന്നുള്ളത് മറന്നുപോയി, മോറോവർ ഞാൻ ആ ഒരു സത്യം ഞാനങ്ങ് മാറ്റി ചിന്തിച്ചു, ലൈല കൂടെ ഉണ്ട് എന്ന് അന്ന് തൊട്ട് അവളങ്ങ് വിചാരിക്കുകയാണ്. അതായത് കൗഫിനെയും അവൾ പറയുന്നുണ്ടല്ലോ, ആ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ വെച്ചിട്ടാണ് അവൾ കൗഫിനെ കാണുന്നത്. പക്ഷെ കൗഫ് ഒരു തോന്നലാണെന്നുള്ളത് സലാമയ്ക്ക് അറിയായിരുന്നു. പക്ഷെ ലൈല അങ്ങനെ ഒരു ഇതാണെന്ന് അവൾ ചിന്തിക്കുന്നില്ല, ലൈല അവളുടെ കൂടെ ഉള്ളൊരു സത്യമായിട്ടാണ് അവൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ ലൈല ഇങ്ങനെ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇനി നീ ഹംസയ്ക്ക് കൊടുത്ത പ്രോമിസ് തെറ്റിച്ചു എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട, ഞാനും ബേബി സലാമയൊക്കെ ഹാപ്പിയാണ്, ഞങ്ങളിപ്പോൾ ഹെവനിലാണ്, നീ ഇവിടുന്ന് രക്ഷപ്പെടണം, എന്നാലേ നമുക്ക് ഹംസയ്ക്കും എല്ലാവർക്കും ഇനി സന്തോഷമാകത്തുള്ളൂ. ഇങ്ങനെ ലൈല അപ്പം ഇങ്ങനെ അവിടെ നിന്നൊരു അവളെ വിട്ട് പോവാൻ പോകുന്ന പോലെയാണ്
സലാമയ്ക്ക് മനസ്സിലായി. അപ്പോൾ സലാമ ഇങ്ങനെ പറയുന്നുണ്ട്, ലൈല പോരുത് എന്ന് പറയുന്ന സമയത്ത് അവളിങ്ങനെ അവൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഒരു ഫാമിലി ഉണ്ട്, നീ ഇനിയിപ്പോൾ ഒറ്റയ്ക്കല്ല, നിനക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, നിനക്ക് സിബ്ലിങ്സ് ഒക്കെ ഉണ്ട്, നിങ്ങളിനി ഒന്നിച്ച് പോകണം, ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ലൈല അവളുടെ കൈ വിടുകയാണ്. അപ്പോൾ പെട്ടെന്ന് കെനാൻ അവളെ ഇങ്ങനെ പിടിക്കുന്നതായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് അവളിങ്ങനെ ലൈല പോകുന്നു, അവൾ കെനാനെ ഫേസ് ചെയ്യുന്നു. അപ്പോൾ കെനാനോട് അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ പറ, നീ ഉള്ളതാണോ, ആർ യു റിയൽ എന്നവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ആ ഒരു വിശ്വാസം പോയി, ഏതാ സത്യം എന്നുള്ള ആ ഒരു ഇത് സലാമയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ റിയലാണ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിയുമ്പോൾ ലാമയും യൂസുഫും അകത്തോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ സലാമ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ലാമ ചോദിക്കുന്നുണ്ട്, ലൈല എവിടെ പോയിന്ന്. അപ്പോൾ അവരൊന്നും പറയുന്നില്ല. പിന്നെ കെനാൻ എന്തോ പറഞ്ഞ് അവളിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ലൈല ഹെവനിലാണ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോൾ സലാമ ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 5 മാസമായിട്ട്, അതായത് ഒക്ടോബറിലാണ് ലൈല മരിക്കുന്നത്. അന്ന് തൊട്ട് ഇതിപ്പോൾ മാർച്ചാണ്, കഴിഞ്ഞ 5 മാസമായിട്ട് അവൾ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ. അവൾ വീട്ടിൽ വന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു, ഒറ്റയ്ക്ക് കഴിക്കുന്നു, ഒറ്റയ്ക്ക് കിടക്കുന്നു. പക്ഷെ അവൾ ആ ലൈല കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഇതിലാണ് നിന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ അവൾക്കിങ്ങനെ അവൾ വല്ലാതെ ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ യൂസുഫ് അവളോട് ഇങ്ങനെ ഇത് കേട്ടിട്ട് യൂസുഫ് ഇങ്ങനെ സലാമയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് യൂസുഫിനും സലാമയ്ക്കും മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഏകദേശം യൂസുഫിനും സലാമയുടെ അതേപോലെ ഒരു ട്രോമയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സലാമയ്ക്ക് ഇങ്ങനെ അവൻ്റെ നോട്ടത്തിൽ നിന്നും മനസ്സിലാവുന്നതായിട്ടാണ് പറയുന്നത്. സംവേർ യൂസുഫിനെ തന്നെ സലാമയിലും കാണാൻ പറ്റുന്നുണ്ട്, സലാമയ്ക്ക് തിരിച്ചും അതുപോലെ തന്നെ സലാമയെ യൂസുഫിലും കാണുന്നുണ്ട്. മേ ബി അത് അവനും ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഹാലൂസിനേഷൻ ഉണ്ടോ എന്ന് പറയുന്നില്ല, പക്ഷെ അവൻ്റെ ആ ഒരു അവസ്ഥ അപ്പോൾ സലാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കെനാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ഇപ്പോൾ കൗഫിൻ്റെ കാര്യം നിനക്ക് അറിയായിരുന്നു, ലൈലയുടെ കാര്യം നീ സത്യമാണെന്ന് വിചാരിച്ചു, ഇത് എങ്ങനെയാണ് നിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് നമുക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അവൾ ഇങ്ങനെ അവനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഒന്നും വേണ്ട, നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതിയെന്ന് സലാമ പറയുന്നുണ്ട് കെനാനോട്. അത് കഴിഞ്ഞ് സലാമ ലൈലയുടെയും ഹംസയുടെയും റൂമിൽ കയറുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവൾ കൗഫിനെ കാണുന്നുണ്ട്. കൗഫിനോട് അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് അറിയാമായിരുന്നല്ലേ ലൈലയുടെ കാര്യം എന്ന്. അപ്പം അവനിങ്ങനെ പറയുന്നുണ്ട്, നീ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കുമായിരുന്നു, നിനക്ക് എന്നെ ഇപ്പോൾ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് വിശ്വാസമാണ്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ കൗഫ് പറയുന്നുണ്ട്, ഞാനും ഇനി അധികകാലം കാണത്തില്ല, ഇവിടെ ഈ സിറിയയിൽ ഒരുപാട് പേടിയും അവളുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷൻസും കാര്യമാണ് ഞാനും ഇങ്ങനെ നിനക്ക് തോന്നുന്നത്, ഇവിടുന്ന് നീ പോകുന്ന സമയത്ത് ഞാനും പിന്നെ കൂടെ കാണത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കഫ് വരില്ലേന്ന് ചോദിക്കുമ്പോൾ കഫ് പറയുന്നുണ്ട്, ഇല്ല ഞാനും പോകും. അപ്പോൾ അവൾ ചോദിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ എല്ലായിടത്തും കാണുമെന്ന് കഫ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം സലാമയും കെനാനും കൂടി സംസാരിക്കുമ്പോൾ സലാമ കെനാനോട് പറയുന്നുണ്ട്, ഞാൻ ഇതുപോലൊരു തെറ്റ് ചെയ്തു, ആമിൻ്റെ മോളുടെ ജീവൻ വെച്ചിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ കളിച്ചു, അപ്പോൾ അതിൻ്റെ പേരിൽ അയാളോട് ബാർഗെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ കെനാൻ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും തെറ്റുപറ്റും, ആ ഒരു സാഹചര്യത്തിൽ നീ ചെയ്തു പോയതാണ്, പിന്നെ ഇപ്പം ആലോചിച്ചാൽ ലൈലയില്ല. അപ്പോൾ ശരിക്കും അവരൊരു പേയ്മെൻറ്റ്, അവൾ അന്ന് ആ കൊച്ചിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു പേയ്മെൻറ്റ് കുറച്ചായിരുന്നല്ലോ ചോദിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലൈല ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവർ ആമിന് പൈസ ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ ഇനി കൂടുതൽ റിഗ്രറ്റ്സ് ഒന്നും വേണ്ട, കറക്റ്റ് പൈസ കൊടുത്തിട്ട് തന്നെയാണ് അവരവിടെ പോകുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ സിയാദ് ഇങ്ങനെ കെമിക്കൽ അറ്റാക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയും. അപ്പോൾ സലാമ പറയുന്നുണ്ട്, ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ, എന്തായാലും പോകുവാണ്, പക്ഷേ ഇനിയുള്ള 3 ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കണം, പോകുന്നിടത്തോളം എനിക്ക് ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്ത് തന്നെ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഫ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരിനി 2 ഇടത്ത് നിൽക്കുന്നില്ല, കൗഫും ലാമയും യൂസുഫും ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കുട്ടികളെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ അവിടെ ഹോസ്പിറ്റലിൽ 4-5 സോൾജിയേഴ്സ് അറ്റാക്കിന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ വരുമ്പോൾ തന്നെ ഒരു കുട്ടിയെയും അതിൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അതിനുശേഷം വേറൊരു കുഞ്ഞിനെ നേരെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് സലാമ അതിനിടയിൽ കയറി ഇടപെടുന്നുണ്ട്. അങ്ങനെ ആ ഒരാൾ സലാമയുടെ നേരെ തിരിയുന്നുണ്ട്. അയാൾ സലാമയെ കുറച്ചിങ്ങനെ അവളെ ഒരു ചെറിയ രീതിയിൽ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കെനാൻ അതിനിടയിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ 2 പേർക്കും കുറേ മുറിവുകളൊക്കെ പറ്റുന്നുണ്ട്. ലാസ്റ്റ് ആ ഒരു സോൾജറിന് ദേഷ്യം കയറിയിട്ട് അയാൾ സലാമയെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അയാളിങ്ങനെ സലാമയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് സലാമ
ചിലപ്പം ഇങ്ങനെ ഇതോടുകൂടി ഞാൻ മരിക്കുകയായിരിക്കും എന്നവളിങ്ങനെ ചിന്തിച്ചിട്ട് അതാണ് കാണിക്കുന്നത് ആ ഒരു ചാപ്റ്ററിൽ. നെക്സ്റ്റ് ചാപ്റ്ററിൽ സലാമ ആക്ച്വലി സേഫാണ്, കെനാനും കുറച്ച് ഇഞ്ചേർഡാണ്. അന്ന് രാത്രിയിൽ അപ്പോൾ അവിടെ അവളെ ഉപദ്രവിക്കാൻ വന്ന ടൈമിൽ സിറിയൻ ആർമി വന്നിട്ട് അവരെ രക്ഷിക്കുന്നുണ്ട്, ആ സോൾജേഴ്സിനെയൊക്കെ കൊല്ലുന്നുണ്ട്. അങ്ങനെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അന്നത്തെ ദിവസം കൗഫ് വീണ്ടും അവളുടെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, ഹോസ്പിറ്റലിൽ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി തലേന്ന് അങ്ങനെ ആ ഒരു സോൾജേഴ്സ് വന്ന സ്ഥിതിക്ക് ഇന്നിവിടെ എന്തെങ്കിലും നടക്കും, അപ്പം പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് സലാമയോട് പറയുന്നുണ്ട്. അപ്പോൾ സലാമ ഡോക്ടർ സിയാദിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു എമർജൻസി സിറ്റുവേഷനിൽ എല്ലാ ആൾക്കാരെയും പുറത്തോട്ടാക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് കുട്ടികളും കെനാനും അവിടെയുള്ള പേഷ്യൻസ് ഒക്കെ ഇറങ്ങി. അപ്പം ലാസ്റ്റ് ഇനി അവിടെ ഇൻക്യുബേറ്റേഴ്സിൽ ബേബീസ് മാത്രമുണ്ട്. അപ്പോൾ അവരെ എടുക്കാൻ വേണ്ടിയിട്ട് സലാമയും പോയി, ഡോക്ടർ സിയാദും പറ്റുന്ന പോലെ 1-2 കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു. പക്ഷേ അവർ കംപ്ലീറ്റ് എടുത്ത് പുറത്തിറങ്ങി, ബാക്കി ഇനിയും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനുള്ളിൽ അവർ ഒരു ഹോസ്പിറ്റലിൽ ബോംബ് ഇടുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ആ ഹോസ്പിറ്റൽ പിന്നെ കംപ്ലീറ്റ്ലി അത് തകർന്നു പോവുകയാണ്. അങ്ങനെ ഡോക്ടർ സിയാദ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അവിടെ ഹോസ്പിറ്റൽ ഇല്ല. അതിനുശേഷം പിന്നെ സലാമ ഇങ്ങനെ ഡോക്ടർ സിയാദിനോട് സംസാരിക്കുന്നുണ്ട്, ഇനി അവൾ പോകുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ സിയാദ് പറയുന്നുണ്ട് പോയിട്ട് രക്ഷപ്പെട്, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞ് അവളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്ന ദിവസം എത്തി. ആം അങ്ങനെ വന്നു. ആമിൻ്റെ കാറിൽ അവർ ആ ഒരു ടെസ്ലോട്ട് എത്തിക്കാനായിരുന്നു. അങ്ങനെ ആ പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിന് അവിടെയും സോൾജേഴ്സൊക്കെ ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇനി അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ ഫസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റിൽ അവരെ ഇങ്ങനെ പിടിക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ കുറേ സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അവരെ കുറേ ചോദ്യം ചെയ്ത് അവരെ കുറേ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് വിടുന്നത്. അങ്ങനെ കുറേ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവസാനം അവർ എങ്ങനെയൊക്കെയോ കടന്ന് ആ ഒരു ബോട്ടിനടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ ബോട്ടിനടുത്ത് എത്തിയിട്ട് ബോട്ട് കാണുമ്പോഴേ സലാമ ചോദിക്കുന്നുണ്ട്, ഈ ബോട്ടിലാണോ പോകുന്നത്? അത് ശരിക്കും ഒരു ഫിഷിംഗ് ബോട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സലാമ ഇങ്ങനെ ആമിനോട് പറയുന്നുണ്ട്, ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് ഇതിലാണോ പോകുന്നത്? ഇതൊട്ട് സേഫ് അല്ല, ഇത് അങ്ങോരെ എത്തത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ ബോട്ടിൽ തന്നെയാണ് എല്ലാവരും ഇതുവരെ പോയിട്ടുള്ളത്, വേണമെങ്കിൽ കയറിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റിലും ആം ഇങ്ങനെ സലാമയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അയാളുടെ കുഞ്ഞിൻ്റെ മോളോട് ചെയ്തതിൻ്റെ പേരിൽ. അപ്പോൾ സലാമ അപ്പോൾ ഇങ്ങനെ അയാളോട് പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ നിങ്ങളുടെ മോളുടെ ജീവിതം വെച്ച് കളിച്ചു, പക്ഷെ അതിൻ്റെ എനിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. പക്ഷേ നിങ്ങൾ അതിന് ഒരുപാട് എന്നെ ഇമോഷണലി ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് എനിക്ക് അതിൻ്റെ ഒരു കുറ്റബോധമെങ്കിലും ഉണ്ട്. നിങ്ങൾ വലിയൊരാളാണെന്ന് നിങ്ങൾ വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് സലാമ പോകുന്നത്. അവരതിനുശേഷം ബോട്ടിൽ യാത്ര തുടങ്ങുന്നു. ബോട്ടിൽ അവർ കുറേ ദൂരം പോയി. ഇതിനിടയിൽ കെനാന് ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നുണ്ട്. അങ്ങനെ അവൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങുന്ന ഒരു ടൈമിൽ കൗഫ് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ സലാമ ചോദിക്കുന്നുണ്ട്, നീ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൗഫ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോഴും ഈ ഒരു സിറിയൻ വാട്ടേഴ്സിൽ തന്നെയാണ്, അപ്പം ഞാനൊരു ലാസ്റ്റ് ഒരു ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട് വന്നതാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ നിന്നെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ശരിക്കും ലൈലയും കൗഫും ഒക്കെ വന്നത് ലൈല കൂടുതലും സലാമയെ കെനാനുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അവിടുന്ന് പോകാനും വേണ്ടിയിട്ട്. കൗഫ് അവളെ ഈ ബോട്ടിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അവളെ കൂടുതൽ നിർബന്ധിച്ച് ആ ഒരു ഡിസിഷനിൽ എത്തിച്ചതും കൗഫാണ്. അപ്പോൾ സലാമ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഒരു പക്ഷേ കൗഫില്ലായിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും അവിടെ തന്നെ നിന്നേനെ, അവൾ കൊല്ലപ്പെട്ടേനെ. എന്നിട്ട് കൗഫ് അവളോട് പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ ജോലി കഴിഞ്ഞു, ഞാനിനി പോവാണ്, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിനക്ക് സ്വന്തമായിട്ട് നിൻ്റെ ഡിസിഷൻസ് ഒക്കെ എടുത്ത് നീ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കൗഫ് അവളെ വിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ ആ ബോട്ടിൽ പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി പോയി കഴിയുമ്പോഴത്തേക്കും കാലാവസ്ഥ മോശമായിട്ട് ബോട്ട് അപകടത്തിൽ പെടുന്നുണ്ട്. അപ്പം ബോട്ടിൽ ആൾക്കാർ പറയുന്നുണ്ട്, ഇനി ഇതിൽ നിന്നാൽ മുങ്ങി താഴത്തേ ഉള്ളൂ, അപ്പോൾ എല്ലാവരും വെള്ളത്തിലിറങ്ങി നീന്തണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വെള്ളത്തിലിറങ്ങി. അപ്പോൾ ആദ്യം കെനാന മിസ്സാവുന്നുണ്ട്, പിന്നെ എന്തായാലും കിട്ടും. അപ്പോൾ അതിൽ ആ ചാപ്റ്റർ തീരുന്ന സമയത്ത് സലാമ അവളിങ്ങനെ മരിക്കാൻ പോവാണോ എന്ന് ആലോചിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ആ ലാസ്റ്റ് ചാപ്റ്ററിൽ അവർ രക്ഷപ്പെടുന്നതായിട്ടും അവർ ജർമ്മനിയിലും ടൊറോണ്ടോയിലും ഒക്കെ ആയിട്ടാണ് പിന്നെ കാണിക്കുന്നത്. അതായത് കെനാനും സലാമയും ടൊറോണ്ടോയിലും ലാമ ആൻഡ് യൂസഫ് ജർമ്മനിയിൽ അങ്കിളിൻ്റെ കൂടെയാണ്. അപ്പോൾ അവരവിടെ സ്കൂളിൽ പഠിക്കുന്നു, ഇവരിവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് വന്നതാണ്. പിന്നെ അതിനുശേഷം അവരിങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അവരപ്പോൾ അവിടെ അതിൻ്റെ ലാസ്റ്റ് സീനിൽ അവരൊരു അപ്പാർട്ട്മെൻറ്റിൽ കെനാനും സലാമയും താമസിക്കുന്നതായിട്ടാണ്. അപ്പോൾ സലാമ ഇങ്ങനെ പറയുന്നു, ഇവിടെ അവളിങ്ങനെ കാണിക്കുന്നതായിട്ടാണ്, അവിടെ ഒരു ലെമൺ ട്രീ അവളിങ്ങനെ വളർത്തുന്നതായിട്ട്.
അപ്പോൾ ലാസ്റ്റ് അതിൽ ആ ഒരു ആസ് ലോങ് ആസ് ദ ലെമൺ ട്രീസ് ഗ്രോ, ഈ പ്രതീക്ഷ നമുക്ക് കൈവിടണ്ട, ദ ഹോപ്പ് വിൽ നെവർ ഡൈ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ബുക്ക് തീരുന്നത്. ആസ് ലോങ് ആസ് ദ ലെമൺ ട്രീസ് ഗ്രോ, ദ ഹോപ്പ് വിൽ നെവർ ഡൈ. സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഇതുപോലെയുള്ള സ്റ്റോറീസിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയണം. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്